Hi all, welcome back to the online classes on digital signal processing. അപ്പോൾ ഇത് നമ്മുടെ ഒരു കൺക്ലൂഡിങ് സെഷനാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോമിൽ ഡെസിമേഷൻ ഇൻ ടൈമും ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി ഈ രണ്ട് അൽഗോരിതംസാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഞാൻ വളരെ ബ്രീഫായിരിക്കും കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുക. കാരണം ഇതിനകത്ത് നമ്മളിതിൻ്റെ റിക്വയർഡ് ഒരു തിയറി എന്നുള്ളത് നമ്മൾ ഏകദേശം മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഇനി ബാക്കി നിൽക്കുന്നത് അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രവും കൂടാതെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് അഥവാ ബട്ടർഫ്ലൈ ഡയഗ്രം കൂടിയാണ്. ഈ രണ്ട് കാര്യങ്ങളൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യും. ഞാൻ ഷെയർ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാവരും ഒന്ന് നോക്കണം. അതിൽ ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണോ, നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചില ക്വസ്റ്റ്യൻസ് തിയറിയും പ്രോബ്ലംസും വരാം. റിലേറ്റീവ്ലി ഇത്തവണ ഒരു കോവിഡിൻ്റെ ഒരു പ്രശ്നം നിൽക്കുന്നതുകൊണ്ട് കുറച്ച് ലൈറ്റായിട്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. പക്ഷേ ഏറെക്കുറെ നമുക്ക് ഇതിൽ തിയറിയാണോ പ്രോബ്ലം ആണോ ചോദിക്കുന്നത് കൃത്യമായി എനിക്ക് പറയാൻ സാധിക്കില്ല. നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ രണ്ടെണ്ണം ഷെയർ ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരും തന്നെ ഒന്ന് നോക്കണം. അതിലെ കണ്ടൻറ്റ് എന്താണ് ചോദിക്കുന്നത് എന്നുള്ളത്. കൂടാതെ നമ്മൾ പഠിച്ച സിലബസിൻ്റെ ആ കണ്ടൻറ്റ് അനുസരിച്ച് നിങ്ങൾ ഇതുവരെ ക്ലാസ് നോട്ടുമൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തു അത് നിങ്ങൾ റിവൈസ് ചെയ്യുക. ഏതെങ്കിലും ഡിഫിക്കൽട്ടി വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ വിളിക്കാം, ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഏതായാലും ഈ ഒരു സെഷനോടുകൂടി നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഷനാണ്. ആരും ഇത് സ്കിപ്പ് ചെയ്യരുത്. കാരണം വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബ്ലോക്ക് ഡയഗ്രം, രണ്ട് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് മാത്രമാണ് എനിക്കിവിടെ പറയാനുള്ളത്, പ്രസൻറ്റ് ചെയ്യാനുള്ളത്. അത് നിങ്ങൾക്ക് ഒരു എസ്സേ ക്വസ്റ്റ്യനായിട്ട് ഷുവറായിട്ട് ഞാൻ ചോദിക്കുന്നതാണ് കരുതുന്നത്. അത് പല വർഷങ്ങളിൽ ഞാനത് ചോദിച്ചതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇത്തവണ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരും ഈ വീഡിയോ സ്കിപ്പാകരുത്. തീർച്ചയായിട്ടും ഈ എളുപ്പമുള്ള ഈ ഒരു സെഷൻ നിങ്ങൾ കാണുക തന്നെ ചെയ്യുക. നമ്മൾ പഠിച്ചതിൻ്റെ കംപ്ലീറ്റ് DSPയുടെ എല്ലാ കാര്യങ്ങളും കണ്ടൻറ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് വരുന്ന ഒരു സെഷൻ കൂടിയാണ്. ഓക്കെ, സോ ലെറ്റ് us proceed with the video. ഞാൻ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോമിനെ പറ്റിയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ അൽഗോരിതം ഫോർ കമ്പ്യൂട്ടിംഗ് ദ DFT വിത്ത് റെഡ്യൂസ് നമ്പർ ഓഫ് കാൽക്കുലേഷൻസ്. കാൽക്കുലേഷൻസിൻ്റെ കോംപ്ലക്സിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. DFT ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം പ്രോബ്ലംസ് നമ്മൾ ചെയ്തപ്പോൾ കണ്ടത് ലെങ്തിയാണ്, എത്രത്തോളം ലെങ്തിയാണെന്നും അവിടെയുള്ള കമ്പ്യൂട്ടേഷൻസിൻ്റെ കോംപ്ലക്സിറ്റി നമ്മൾ മാനുവലായിട്ടത് ചെയ്തപ്പോൾ മനസ്സിലായി. ഓരോ പോയിൻ്റ് നമ്മൾ അവിടെ കണ്ടുപിടിക്കാനും അതിൻ്റെ നെസസറി ആയിട്ടുള്ള സ്റ്റെപ്സ് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചു. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു 4 പോയിൻ്റ് DFT വെച്ച് നമ്മൾ ഒരു റിയലൈസേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു കോംപ്ലക്സിറ്റി, കാരണം DFTയുടെ എത്രത്തോളം കാൽക്കുലേഷൻ വന്നു എന്നുള്ളത് നമുക്കതിൽ മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമ്മളെ നമ്പർ ഓഫ് പോയിൻറ്റ്സ് കൂടുന്നതനുസരിച്ച്, ഇപ്പോൾ ഇങ്ങനെ ഒരു സിഗ്നൽ ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നമ്പർ ഓഫ് പോയിൻറ്റ്സ്, ഇപ്പോൾ 4 പോയിൻ്റ് എന്ന് പറയുന്നത് 1, 2, 3, 4 ഈ 4 പോയിൻ്റ്. അപ്പോൾ ഈ കാൽക്കുലേഷൻസ് ആണ് നമ്മൾ 4 പോയിൻ്റ് DFT ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. ഇത് തന്നെ ഇതേ സിഗ്നലിൽ നമുക്ക് 8 പോയിൻ്റ് ആക്കണമെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള സാമ്പിൾസും കൂടെ എടുക്കാം, കൺസിഡർ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇത് 8 പോയിൻ്റ് DFT. ഇതിൻ്റെ നമ്പർ ഓഫ് സാമ്പിൾസ് കൂട്ടണ ഇതിൻ്റെ ഇടയിലുള്ള സാമ്പിൾസ് വീണ്ടും എടുക്കുക. അപ്പോൾ 8 പോയിൻ്റ് എന്നുള്ളത് 16 പോയിൻ്റ് DFT ആവുകയും അത്തരത്തിൽ നമ്പർ ഓഫ് പോയിൻറ്റ്സ് കൂടുന്നതനുസരിച്ച് കമ്പ്യൂട്ടേഷൻ്റെ കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ദി ഡയറക്റ്റ് കമ്പ്യൂട്ടേഷൻ of DFT increases the complexity of calculation
Hence we can use FFT. So FFT is an algorithm called as fast Fourier transform algorithm to reduce the number of calculations. To reduce the number of calculations. ഇവിടെ ഉദാഹരണത്തിന് ഒരു എൻ പോയിൻ്റ് ഡി എഫ് ടി എടുക്കുകയാണെങ്കിൽ, ഇഫ് യു കൺസിഡർ എൻ പോയിൻ്റ് ഡി എഫ് ടി, സോ ദാറ്റ് ക്യാൻ ബി decomposed into n by 2 point DFTs. So two numbers of n by 2 point DFT. Then these n by 2 point DFT can be further decomposed into two numbers of n by 4 point DFT. N by 4 point DFT and so on. So we get actually 4 n by 4 point DFTs and so on. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, സപ്പോസ് വി ആർ ടേക്കിംഗ് an 8 point DFT. If you are considering an 8 point DFT, the 8 point DFT can be decomposed into two numbers of 4 point DFTs, 4 point DFT. Then each 4 point DFT, they can be further decomposed into two numbers of 2 point DFTs, 2 point DFTs. So totally we have 4 numbers of 2 point DFTs. And we know that each the calculation of each 2 point DFT is much simpler when comparing, if you are directly comparing it with the calculation of computation of 8 point DFTs. ഇവിടെ 2 point DFT എന്ന് പറയുന്നത് 8 point DFTനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കണ്ടുപിടിക്കാൻ താരതമ്യേന എളുപ്പമാണ്. സോ ഇവിടെ കാരണം നമ്പർ ഓഫ് പോയിൻറ്റ്സ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ കമ്പ്യൂട്ടേഷൻ കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ നമുക്ക് ഇവിടെ ഞാൻ കാണിച്ചതനുസരിച്ച്, ഈ വേവ് ഫോമിൽ കാണിച്ചതനുസരിച്ച് ഇവിടെ 2 point DFT എടുക്കുന്ന സമയത്ത് ഇവിടെ ആപ്പടെ 2 പോയിൻറ്റ്സ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു സാമ്പിൾ എടുക്കുന്നു, ഇവിടെ ഒരു സാമ്പിൾ എടുക്കുന്നു, ഈ 2 പോയിൻ്റ് മാത്രം. അപ്പോൾ അവിടെ നമ്പർ ഓഫ് കമ്പ്യൂട്ടേഷൻസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ഇതിൻ്റെ കോംപ്ലക്സിറ്റി കൂടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് പോയിൻറ്റ്സ് കൂടുന്നതനുസരിച്ചാണ് കോംപ്ലക്സിറ്റി കൂടുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 8 point DFTനെ നമുക്ക് 4 point DFT ആക്കുകയും 4 point DFTനെ ഫർദർ നമുക്ക് 2 point DFT ആക്കാം. ഈച്ച് 2 point DFT എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷൻ കോംപ്ലക്സിറ്റി കുറവായിരിക്കും. ഇനി ഈ 2 point DFTസിനെ കമ്പൈൻ ചെയ്ത് നമുക്കൊരു 4 point DFT കണ്ടുപിടിക്കാം. 2 4 point DFTനെ കമ്പൈൻ ചെയ്തിട്ട് 8 point DFT കണ്ടുപിടിക്കുകയും ചെയ്യാം. അപ്പോൾ ഇറ്റ്സ് എ മെത്തേഡ് or algorithm to simplify the calculation. So here the fast Fourier transform refers to an algorithm by which we can simplify the complexity of calculations. So ഇവിടെ നമുക്ക് അതിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒരു ടേബിൾ കാണിച്ചിരുന്നു. ആ ടേബിൾ പ്രകാരം എത്രത്തോളം അവിടെ നമുക്ക് സിംപ്ലിഫിക്കേഷൻ പോസിബിളാണ്, എത്രത്തോളം റിഡക്ഷൻ പോസിബിൾ ആണെന്നുള്ളത് നമ്മൾ ആ കമ്പാരിസണിലൂടെ മനസ്സിലായി. അപ്പോൾ അവിടെ ഡയറക്റ്റ് കമ്പ്യൂട്ടേഷൻ ഓഫ് DFTയും കൂടാതെ FFTയും ഉപയോഗിച്ച് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കമ്പ്യൂട്ടേഷൻ ഡിഫറൻസ് അല്ലെങ്കിൽ എത്രത്തോളം റിഡക്ഷൻ ഇൻ കാൽക്കുലേഷൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ 8 point DFTയെ സംബന്ധിച്ച് നമ്മളത് അതോടെ ഡിസ്കസ് ചെയ്യും. എല്ലാം ഓരോ നമ്പർ ഓഫ് എൻ പോയിൻറ്റ്സിലും എന്നിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് ക്യാപിറ്റൽ എൻ ഇവിടെ 8 point DFT എടുക്കുന്ന സമയത്ത് ഈ 8 point DFTയിൽ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 8. അപ്പോൾ ഇവിടെ നമ്മൾ റാഡിക്സ് 2 എന്ന് പറയുന്നത് അതിന് കോമൺ ഒരു ജനറൽ ഇക്വേഷൻ ഞാൻ തന്നിരുന്നു. ദാറ്റ് ഈസ് ദ ജനറൽ ഇക്വേഷൻ ഈസ് ഹിയർ n point. If you have an n point sequence,
you have an endpoint sequence, then we can express this as endpoint sequence can be expressed as n is equal to capital N is equal to r raised to m, where r is called the radix. So ഇവിടെ നമുക്കറിയാം 8 is equal to, let's let 8 n is equal to 8, so 8 is equal to 2 raised to എത്ര കിട്ടുക, 2 raised to 3 വരും അല്ലേ, 2 raised to 3. So actually the 3 actually refers to the number of stages. 8 is equal to 2 raised to 3. ഇപ്പോൾ ഇവിടെ റാഡിക്സ് 2 എന്ന് പറയുന്നത് ഇവിടെ ആറിൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ ഇവിടെ ഇതാണ് ആറിൻ്റെ വാല്യൂ 2 ആണ്. ആൻഡ് എം ഇസ് ദ നമ്പർ ഓഫ് സ്റ്റേജസ് വിച്ച് ഇസ് ഈക്വൽ ടു 3 ആൻഡ് ക്യാപിറ്റൽ എൻ ഇസ് ദ നമ്പർ ഓഫ് പോയിൻറ്റ്സ്. അപ്പോൾ 8 പോയിൻറ്റ് DFTയെ നമ്മൾ കമ്പ്യൂട്ടേഷനെങ്കിൽ ചെയ്യണമെങ്കിൽ, കമ്പ്യൂട്ടേഷൻ നടത്തണമെങ്കിൽ നമുക്ക് 3 സ്റ്റേജസ് ആവശ്യമുണ്ട്. റാഡിക്സ് 2 ആണ്. റാഡിക്സ് 2ൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഞാൻ ഈ പറഞ്ഞ 2 പോയിൻറ്റ് DFTയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ 2 പോയിൻറ്റ് DFT കാൽക്കുലേഷൻ ഉപയോഗിച്ച് നമുക്ക് 3 സ്റ്റേജിലായിട്ട്, ഒന്ന് ഇത് ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ കാണുന്നത്, ഈ കാണുന്ന ഇവിടെ ഈ കാണുന്ന ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ്. ഇപ്പോൾ ഈ 2 ഓർഡറിലും ഇതെടുക്കാം, കാരണം DIFും DITയും കൺസിഡർ ചെയ്യുമ്പോൾ ഫോർവേഡോ റിവേഴ്സോ ആവും. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് ആ രീതിയിൽ. അതായത് 2 പോയിൻറ്റ് DFTയിൽ നിന്നും ഇവിടെ കാണിച്ചിരിക്കുന്ന 2 പോയിൻറ്റ് DFTയിൽ നിന്നും 4 പോയിൻറ്റ് DFT കമ്പ്യൂട്ട് ചെയ്യുന്നു, 4 പോയിൻറ്റ് DFTയിൽ നിന്നും 8 പോയിൻറ്റ് DFT കമ്പ്യൂട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് നേരെ തിരിച്ച് പറയാനാണെങ്കിൽ 8 പോയിൻറ്റ് DFTനെ നമ്മൾ 2 4 പോയിൻറ്റ് DFT ആക്കുന്നു, 2 4 പോയിൻറ്റ് DFTനെ നമ്മൾ 4 2 പോയിൻറ്റ് DFT ആക്കുന്നു. അപ്പോഴും 3 സ്റ്റേജ് വരുന്നുണ്ട്. ഈ 3 സ്റ്റേജ് എന്നുള്ളതാണ് ഇവിടെ ആറിൻ്റെ വാല്യൂ. ഈ ആക്ച്വലി ആർ ഇസ് ഈക്വൽ ടു ദി റാഡിക്സ് ആൻഡ് ആർ ഇസ് ഈക്വൽ ടു ദ റാഡിക്സ്. അവിടെ 2 പോയിൻറ്റ് DFT എന്നുള്ളതാണ് ആർ മീൻ ചെയ്യുന്നത്. നമ്പർ ഓഫ് സ്റ്റേജസ് 3 എന്ന് പറയുന്നതാണ് ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ്. അപ്പോൾ ടോട്ടലി വി ഹാവ് 1 2 3. ആർ ഇസ് ഈക്വൽ ടു 3. സോ ദി എം ഇസ് ഈക്വൽ ടു 3. എം ഇസ് ഈക്വൽ ടു ഞാൻ പറയുന്നത് ചിലപ്പോൾ മാറിപ്പോകുന്നുണ്ട്, ശ്രദ്ധിക്കുക. ഇത് എം ഇസ് ഈക്വൽ ടു 3 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ number of stages. And here R shows the radix. So here always the radix is 2. radix 2 തന്നെയാണ്, കാരണം ഈ radix 2 ആണെന്നുള്ളതിൻ്റെ ഒരു ഇതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. സോ 2 പോയിൻറ്റ് DFT, കാരണം നമ്മളെപ്പോഴും 2 പോയിൻറ്റ് DFTയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ 16 പോയിൻറ്റ് DFT ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അതിനെ ഡിക്കമ്പോസ് ചെയ്ത് ഫൈനലി നമ്മൾ 2 പോയിൻറ്റ് DFTയിലേക്ക് എത്തുന്നു. അപ്പോൾ ഇവിടെ 2 പോയിൻറ്റ് DFTയെയാണ് നമ്മൾ റാഡിക്സ് 2 എന്ന് വിളിക്കുന്നത്. സോ 2 പോയിൻറ്റ് DFT വി ക്യാൻ കോൾ ദിസ് ആസ് റാഡിക്സ് 2. ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജിൽ ഞാനിപ്പോൾ 16 പോയിൻറ്റ് DFT എടുക്കുകയാണ്. അപ്പോൾ 16 പോയിൻറ്റ് DFT, സോ 16 പോയിൻറ്റ് DFT എങ്ങനെ നമുക്ക് ഡീകമ്പോസ് ചെയ്യാം? 16 പോയിൻറ്റ് DFTയെ ഡീകമ്പോസ് ചെയ്യാനായിട്ട് ആദ്യം ഇവിടെ 16 പോയിൻറ്റ് DFTനെ ആദ്യം നമ്മൾ 2 8 പോയിൻറ്റ് DFT ആക്കി ഡീകമ്പോസ് ചെയ്യുന്നു. 2 8 പോയിൻറ്റ് DFT ആക്കുന്നു. ഈ 2 8 പോയിൻറ്റ് DFTയെ നമ്മൾ ഫർദറായിട്ട് 4 4 പോയിൻറ്റ് DFT ആക്കുന്നു. DFT ആക്കുന്നു. ഇനി ഈ 4 4 പോയിൻറ്റ് DFT, അതിൽ ഓരോ 4 പോയിൻറ്റ് DFTനെയും ഡീകമ്പോസ് ചെയ്ത് 2 പോയിൻറ്റ് DFT ആക്കി മാറ്റുന്നു. അപ്പോൾ ടോട്ടലി നമുക്ക് 8 2 പോയിൻറ്റ് DFTs അവിടെ കിട്ടും. 4 പോയിൻറ്റ് DFT. ദെൻ ഇവിടെ ഓരോ 4 പോയിൻറ്റ് DFTനെയും 2 2 പോയിൻറ്റ് DFT ആക്കണം. സോ 2 പോയിൻറ്റ് DFT, ഇതും 2 പോയിൻറ്റ് DFT, ഇവിടെ 2 പോയിൻറ്റ് DFT, വീണ്ടും 2 പോയിൻറ്റ് DFT, 2 പോയിൻറ്റ്
DFT, 2 point DFT, 2 point DFT, വീണ്ടും 2 point DFT. ഇവിടെ നമ്പർ ഓഫ് സ്റ്റേജസ് എത്ര വന്നു? ഇത് ഇങ്ങനെ എടുക്കാം, 4 സ്റ്റേജുകൾ. അതായത് ഇത് ഫസ്റ്റ് സ്റ്റേജ്, ഇവിടെ നമുക്ക് 2 point DFT നിന്നും ഇങ്ങോട്ട് തിരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പുറത്തേക്ക് മാറ്റി ഇവിടെ നിന്ന് തുടങ്ങാം. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ്, 4 സ്റ്റേജുകൾ അല്ലേ. സോ ഇവിടെ ജനറൽ ഇക്വേഷൻ ഉപയോഗിക്കുകയാണ് n is equal to r raised to m. So what is n equal to? N is equal to 16. Then what is r is equal to? R is equal to, always r is equal to 2, since that is radix 2. Radix 2 ആയതുകൊണ്ട് always r is equal to 2. Then the second stream ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയേക്കട്ടെ. r is equal to 2, radix 2. Then m is equal to number of stages, that is equal to 4. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷൻ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് എന്തായിരുന്നു? 16 point DFT. സോ n is equal to 16 is equal to r 2 ആണ്, 2 raised to 4. ഇതാണ് 16 point DFTയിൽ വരുന്ന നമ്പർ ഓഫ് സ്റ്റേജസും. ഓക്കെ, നമ്പർ ഓഫ് സ്റ്റേജസ് റാഡിക്സ് 2 വെച്ച് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഇത്രയും നമ്പർ ഓഫ് 4 സ്റ്റേജസ് വരും. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം, വളരെ സിമ്പിളായിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രത്തിലേക്കാണ് പോകണം. അപ്പോൾ ഏറെക്കുറെ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി. ഇനി നമുക്ക് സിമ്പിളായിട്ടൊരു ബ്ലോക്ക് ഡയഗ്രത്തിലേക്ക് പോകാം. Okay, so here we can consider the computation of 2 point DFTs. So let the given sequence be be x of 0, x of 1, x of 2. So these are the input sequences. Or x of 3, x of 4, x of 5, x of 6 and x of 7. ഇപ്പോൾ ഇവിടെ നമ്മൾ 8 point DFT ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ 8 point DFTസിൽ നമ്പർ ഓഫ് സാമ്പിൾസ് എന്ന് പറയുന്നത് 8 ആയിരിക്കും. 1, 2, 3, 4, 5, 6, 7, 8. സോ സ്റ്റാർട്ടിങ് വിത്ത് x0, x of 0, x of 0, x of 1, x of 2, x of 3, x of 4, x of 5, x of 6, x of 7. Then the 8 samples should be decimated into sequences of 2 samples. അപ്പോൾ ഇതിൽ നമ്മൾ 8 point സീക്വൻസിനെ നമ്മൾ 2 point സീക്വൻസ് ആക്കി മാറ്റണം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് എന്താ ചെയ്യേണ്ടത്? എത്ര അവിടെ നമ്പർ ഓഫ് സ്റ്റേജസ് എന്ന് പറയുന്നത് 3 ആണ് അല്ലേ. സോ ഹിയർ n is equal to capital N is equal to 8, here capital N is equal to 8 and radix r is equal to 2. Then we have 8 is equal to 2 raised to 3, or ഇവിടെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് n is equal to r raised to m. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സ്റ്റേജസ് എന്ന് പറയുന്നത് 3 ആണ് അല്ലേ. വി ഹാവ് ദി ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേജസ് ആർ 3. ദെൻ ബിഫോർ ഡെസിമേഷൻ ദേ ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ ബിറ്റ് റിവേഴ്സ് ഓർഡർ. ഇവിടെ നമ്മൾ ബിറ്റ് റിവേഴ്സ് ഓർഡറിലാണ് അത് ഡെസിമേഷൻ ചെയ്യുന്നതിന് മുമ്പേ യു ഹാവ് ടു അറേഞ്ച് ഇൻ ബിറ്റ് റിവേഴ്സ് ഓർഡർ. സോ ബിഫോർ ഡെസിമേഷൻ they are arranged in bit reversed
order. As shown in the table. നമുക്ക് ഒരു ടേബിൾ ഇവിടെ വരയ്ക്കാം. So this is the normal, the table shows a normal order and the bit reversed order. So this is the normal order and this is the bit reversed order. Bit reverse order. So and we can show the samples here and the corresponding binary both in a normal order and bit reversed order. So x of 0, so the binary, corresponding binary, we can show this as x of 1 1 1, then x of 1 shown as in binary x of 0 0 1. ഇവിടെ സീറോയുടെ ഇക്വലൻറ്റ് ഇവിടെ ആദ്യത്തേത് മാറിപ്പോയി. ആദ്യത്തേത് ദാറ്റ് ഈസ് 0 0 0, എക്സ് ഓഫ് 0 0 0, എക്സ് ഓഫ് 0 is equal to x of 0 0 0 in binary and x of 1 shows x of 0 0 1. അപ്പോൾ ഇവിടെ ഡെസിമൽ 0 എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ബൈനറി 0 0 0, then decimal 1 equal to binary 0 0 1. Then similarly we have x of 2 is equal to x of 0 1 0, x of 2, then x of 3 equal to x of 0 1 1, then x of 4 equal to x of 1 0 0, x of 1 0 0, and x of 5 is equal to x of 1 0 1, then x of 6 equal to x of 1 1 0, then x of 7 equal to x of 1 1 1. Okay, and what is the bit reversed order? Bit reversed order നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ റിവേഴ്സ് ചെയ്യുന്നു. ഈ കിട്ടുന്ന സീക്വൻസിനെ നമ്മൾ റിവേഴ്സ് ഓർഡറിൽ എഴുതുന്നു. അതിൽ LSBയെ MSB ആക്കി എഴുതുന്നു. ഇപ്പോൾ LSB, റൈറ്റ് ദി LSB ഫസ്റ്റ്. അപ്പോൾ ബിറ്റ് റിവേഴ്സ് ഓർഡർ കിട്ടും. 0 0 0 എന്ന് പറയുന്നത് ദർ ഇസ് നോ ചേഞ്ച് ബിക്കോസ് വി ആർ ഇൻ്റർചേഞ്ചിങ് ദി LSB ഹിയർ ആൻഡ് ദി MSB. ഇപ്പോൾ വി ഗെറ്റ് അഗെയിൻ 0 0 0. ഇവിടെ LSB MSBയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ വി ഗെറ്റ് 1 0 0. ഇവിടെ ചേഞ്ച് ഒന്നുമില്ല, 0 1 0 എന്നുള്ള അങ്ങനെ തന്നെ കിട്ടും. സോ ലെറ്റ്സ് ട്രൈ ടു റൈറ്റ് ദി എൻറ്റയർ സീക്വൻസ് ഇൻ ദ ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡർ. ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡറിൽ നമുക്ക് എഴുതി കഴിഞ്ഞാൽ x of 0, this x of 0 0 0, then x of 1 is x of x of 1 എന്നുള്ളത് ഇവിടെ നമുക്ക് x of 1 അല്ല കിട്ടുക. നമുക്ക് ആദ്യം ഈ ബിറ്റ് റിവേഴ്സ് ഓർഡർ എഴുതിയതിന് ശേഷം നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ എഴുതാം. ഇവിടെ ഞാൻ നേരെ ഇതിൽ നിന്നാണ് എഴുതിക്കുന്നത്. ഈ സെക്കൻഡ് കോളത്തിൽ നിന്നും x of 0 0 0 ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡറിൽ എഴുതണം. അതായത് ലാസ്റ്റ് ബിറ്റിനെ, അതായത് LSBനെ ഞാൻ MSB ആക്കിയിട്ട് അങ്ങനെ ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡറിലാണ് എഴുതുന്നത്. അപ്പോൾ 0, ഈ അറ്റത്തുള്ള 0 ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റ് 0യെ MSB ആക്കിയിട്ട് എഴുതുക, ഇൻ്റർചേഞ്ച് ചെയ്യുക. ഓക്കെ, MSBയെ LSB ആക്കുക, LSBനെ MSB ആക്കുക, MSBനെ അതായത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിനെ LSB ആക്കി എഴുതുക. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താ കിട്ടുക, ബാക്കിയുള്ളതും കൂടെ നമുക്ക് എഴുതാം. ഇവിടെ ബാക്കിയുള്ള ടേംസും കൂടെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ബിറ്റ് റിവേഴ്സ് ഓർഡർ ഇവിടെ എഴുതാൻ കഴിയും. എന്നിട്ട് അതിൻ്റെ ഇക്വലൻ്റ് ഡെസിമൽ നമുക്കിവിടെ എഴുതാം.
So here this is x of 1 0 0. Then here second one is x of 1 0 0. 0 0 0 0 0 1 in 1 LSB of MSB ആക്കി എഴുതുക. So MSB ആക്കി എഴുതുമ്പോൾ you get the bit reversed order, that is 1 0 0. Then അടുത്തത് x of 0 1 0നെ ബിറ്റ് റിവേഴ്സ് ചെയ്താൽ വീണ്ടും 0 1 0 കിട്ടും. then അടുത്തത് x of 0 0 1നെ 0 1 1നെ ബിറ്റ് റിവേഴ്സൽ ചെയ്താൽ കിട്ടുന്നത് 1 1 0 എന്നാണ് അല്ലേ. then അടുത്തത് x of 1 0 0നെ ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡർ ചെയ്താൽ we get 0 0 1. then x of 1 0 1നെ ബിറ്റ് റിവേഴ്സ് ഓർഡർ എഴുതിയാൽ അത് തന്നെ കിട്ടും, നമുക്ക് 1 0 1 എന്ന് തന്നെ കിട്ടും. then x of 1 1 0നെ ബിറ്റ് റിവേഴ്സ് എഴുതിയാൽ നമുക്ക് കിട്ടുന്നത് 0 1 1 എന്ന് കിട്ടും. x of 1 1നെ 1 1 1നെ ഇവിടെ x of 1 1 1നെ ബിറ്റ് റിവേഴ്സ് ഓർഡർ എഴുതിയാൽ അത് തന്നെ കിട്ടും. we get the same value, that is x of 1 1 1. x of 1 1 1. ഇനി ഇതിൻ്റെ ഇക്വലൻ്റ് ഡെസിമൽ നമുക്ക് ഈ കോളത്തിൽ എഴുതാം. ഇവിടെ എക്സ് ഓഫ് 1 0 0 എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി എക്സ് ഓഫ് 1 0 0 എന്ന് പറയുന്നത് എക്സ് ഓഫ് 4 ആണ്. അതായത് 1 0 0 എന്ന് 1 0 0 1 0 0 എന്ന് പറയുന്നത് ഡെസിമൽ 4 ആണ്. 0 0 0 എന്ന് പറയുന്നത് ഡെസിമൽ 0 ആണ്. 1 0 0 എന്ന് പറയുന്നത് ഡെസിമൽ 4 ആണ്. then what is 0 1 0? that is decimal 2. so this is x of 2. അടുത്തത് എന്താണ്? 1 1 0 ആണ്. 1 1 0 എന്ന് പറയുന്നത് x of 6 ആണ്. so x of 6. അടുത്തത് 0 0 1 ആണ്. 0 0 1 എന്നുള്ളത് x of 1 ആണ്. so x of 1. then അടുത്തത് 0 1 0 1 ആണ്. 1 0 1 എന്ന് പറയുന്നത് x of 5 ആണ്. x of 5 ആണ്. x of 5 ആണ്. അടുത്തത് 0 1 1 ആണ്. 0 1 1 എന്ന് പറയുന്നത് x of 3 ആണ്. x of 3 ആണ്. then x of 1 1 1 എന്ന് പറയുന്നത് എന്താണ്? x of 7 ആണ്. x of 1 1 1 എന്ന് പറയുന്നത് സെയിം x of 7. അപ്പോൾ അവിടെ ഇങ്ങനെയാണ് കിട്ടുക നമുക്ക്. ഈ രണ്ട് കോളം കൂടെ കമ്പയർ ചെയ്താൽ എങ്ങനെയാണ് കിട്ടുന്നത്? നോർമൽ ഓർഡറിൽ നമ്മൾ എഴുതുമ്പോൾ x0 കഴിഞ്ഞാൽ അടുത്ത x ആ ഓർഡറിൽ തന്നെ എഴുതിപ്പോം. x0 കഴിഞ്ഞാൽ നെക്സ്റ്റ് x1, അത് കഴിഞ്ഞ് x2, x3, x4, x5, അത് കഴിഞ്ഞ് x6, x7 നോർമൽ ഓർഡറിൽ എഴുതുക. ബിറ്റ് റിവേഴ്സ് ഓർഡർ എഴുതുന്ന സമയത്ത് ഇവിടെ ബിറ്റ് റിവേഴ്സൽ നടത്തിയതിന് ശേഷം, അതായത് LSBനെ MSB ആക്കുന്നു, MSBനെ LSB ആക്കുന്നു, അങ്ങനെ റിവേഴ്സ്ഡ് ഓർഡറിൽ ആദ്യം എഴുതി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് x of 0 0 0, x of 1 0 0, x of 0 1 0, x of 1 1 0. അപ്പോൾ ഇത് ഓരോന്നും 1 to 1 കമ്പയർ ചെയ്താൽ നമുക്ക് കാണാം x of 0 0 0നെ ബിറ്റ് റിവേഴ്സ് എഴുതിയാൽ അത് തന്നെ കിട്ടും, x of 0 0 0 തന്നെ കിട്ടും. x of 0 0 1നെ ബിറ്റ് റിവേഴ്സ് ഓർഡർ എഴുതിയാൽ നമുക്ക് കിട്ടുന്നത് x of 1 0 0 എന്ന് കിട്ടും. then അടുത്ത x of 0 1 0നെ ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡർ എഴുതിയാൽ നമുക്ക് കിട്ടുന്നത് അത് തന്നെ കിട്ടും, x of 0 1 0 എന്ന് തന്നെ കിട്ടും. പക്ഷേ x of 0 1 1നെ ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡർ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് x of 1 1 0 എന്നാണ്. then x of 1 0 0നെ ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡർ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് x of 0 0 1 എന്നാണ്. then x of 1 0 1നെ ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡർ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് x of 1 0 1 ആണ്. then x of 1 1 0നെ ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡർ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് x of 0 1 1 ആണ്. x of 1 1 1നെ ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡർ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് x of 1 1 1 തന്നെയാണ്. ഇവിടെ ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ നമുക്ക് ഇവിടെ എഴുതാം. x of 0 0 0 ഈസ് ആക്ച്വലി x of 0, then x of 1 0 0 is x of 4, then x of 0 1 0 is x of 2, then x of 1 1 0 is x of 6, and x of 0 0 1 is x of 1, x of 1 0 1 is x of 5, x of 0 1 1 is x of 3, and x of 1 1 1 is x of 7. അപ്പോൾ ഇനി ഈ രണ്ട് കോളം കൂടെ കമ്പയർ ചെയ്താൽ നമുക്ക് കാണാം, നോർമൽ ഓർഡറിൽ x of 0, x of 1, x of 2, x of 3, x of 4, x of 5, x of 6, x of 7. ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡറിൽ എങ്ങനെ വരും? നമുക്കിതിനെ ഗ്രൂപ്പ് ചെയ്യേണ്ടി വരും അല്ലേ. നമുക്ക് ഇവിടെ കാണാം, ഒരു അടുത്ത സ്റ്റേജ് നമ്മുടെ ബ്ലോക്ക് ഡയഗ്രം വരയ്ക്കുമ്പോൾ നമ്മൾ ഇതിനെയാണ് 2 point DFT ആയിട്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പോകുന്നത്. x of 0, x of 4, ഇപ്പോൾ ഈ ഓർഡർ ഇവിടെ x of 0ന് x of 1 ആണ്, പക്ഷേ ഇവിടെ കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണ്? x of 0 കഴിഞ്ഞ അടുത്ത x of 4 ആണ്. ദെൻ ഇവിടെ അടുത്തത് x of 2 കഴിഞ്ഞ് x of 3 ആണ്. ഇവിടെ കിട്ടിയിരിക്കുന്നത് x of 2 കഴിഞ്ഞ് x of 6 ആണ്.
അടുത്ത് ഇവിടെ നോർമൽ ഓർഡറിൽ എക്സ് ഓഫ് 4 കഴിഞ്ഞ് എക്സ് ഓഫ് 5 ആണ്. അടുത്ത് ഇവിടെ കിട്ടിയിരിക്കുന്നോ എക്സ് ഓഫ് 1 കഴിഞ്ഞാൽ എക്സ് ഓഫ് 5 ആണ്. ദെൻ എക്സ് ഓഫ് 6, എക്സ് ഓഫ് 7, എക്സ് ഓഫ് 3, എക്സ് ഓഫ് 7. ഇപ്പോൾ നമ്മൾ ബിറ്റ് റിവേഴ്സൽ നടത്തി കഴിയുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു ഷഫിൾഡ് ആയിട്ടുള്ളൊരു ഓർഡർ കിട്ടുകയാണ്. അതായത് നോർമൽ ഓർഡറിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടൊരു ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡറാണ്. അതൊരു ഷഫിൾഡ് ഓർഡർ എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിൻ്റെ ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത് ആ തരത്തിൽ നമ്മൾ ഗ്രൂപ്പാക്കി മാറ്റാൻ കഴിയും. ഇതിനെ ഒരു ഗ്രൂപ്പാക്കാം. ഇവിടെ ഇത് രണ്ടിനെയും കൂടെ ഒരു ഗ്രൂപ്പാക്കാം. ഇത് രണ്ടിനെയും കൂടെ ഒരു ഗ്രൂപ്പാക്കുന്നു. ഇത് രണ്ടും കൂടെ ഒരു ഗ്രൂപ്പാക്കുന്നു. അടുത്ത് ഇത് രണ്ടും കൂടെ ഒരു ഗ്രൂപ്പാക്കുന്നു. ഓക്കെ. എന്നിട്ട് ഇത് ഉപയോഗിച്ച് നമ്മുടെ 3 സ്റ്റേജസ് വെച്ച് ഉപയോഗിച്ച് 8 പോയിൻ്റ് DFT നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഓക്കെ. സോ നെക്സ്റ്റ് വിൽ ഡയറക്ട്ലി ഡ്രോ ദി ബ്ലോക്ക് ഡയഗ്രാം. So from the above point, from the above table, we can conclude that is the x of n in bit reversed order is decimated into 4 numbers of 2-point sequences as shown below. This first one is x of 0 and x of 4. Number 2, x of 2 and x of 6. Third one, x of 1 and x of 5. And number 4, x of 3 and x of 7. X of 7. So we can draw the block diagram next. അപ്പോൾ ഗ്രൂപ്പിംഗ് നേരത്തെ എടുത്ത പോലെ തന്നെ ഗ്രൂപ്പിംഗ് നമുക്കിവിടെ കാണാൻ കഴിയും. മൂന്ന് സ്റ്റേജസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ആദ്യം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത് 2 പോയിൻ്റ് DFTs ആണ്. സോ ദർ വിൽ ബി 4 ഗ്രൂപ്പ്സ് ഓഫ് സിഗ്നൽസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എക്സ് ഓഫ് 0 ദെൻ എക്സ് ഓഫ് 4. ഈ ഗ്രൂപ്പുകൾ ഞാൻ നേരത്തെ എടുത്ത പ്രീവിയസ് കേസിൽ ഈ ഗ്രൂപ്പാണ് എടുത്തിരിക്കുന്നത്. എക്സ് ഓഫ് 0, എക്സ് ഓഫ് 4, ദെൻ എക്സ് ഓഫ് 2, എക്സ് ഓഫ് 6, എക്സ് ഓഫ് 1, എക്സ് ഓഫ് 5, എക്സ് ഓഫ് 3, എക്സ് ഓഫ് 7. ഇത് ഗ്രൂപ്പ് ചെയ്യാൻ കാരണം വെച്ചാൽ ഇത് ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡറിൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. അതായത് ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡർ എഴുതുമ്പോൾ നമ്മൾ പ്രീവിയസ് ടേബിളിൽ നമ്മളിവിടെ കാണാം. ഇത് ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡർ നമ്മൾ എഴുതി, അതായത് ഷഫിൾ ചെയ്തു. നോർമൽ ഓർഡറിനെ നമ്മൾ ഷഫിൾ ചെയ്തിട്ട് ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡറിൽ എഴുതിയപ്പോഴാണ് നമുക്ക് ഈ ഗ്രൂപ്പ് കിട്ടിയത്. അതായത് എക്സ് ഓഫ് 0, എക്സ് ഓഫ് 4 ഒരു ഗ്രൂപ്പ്, അടുത്ത എക്സ് ഓഫ് 2, എക്സ് ഓഫ് 6 നെക്സ്റ്റ് ഗ്രൂപ്പ്, എക്സ് ഓഫ് 1, എക്സ് ഓഫ് 5 അടുത്ത ഗ്രൂപ്പ്, ദെൻ എക്സ് ഓഫ് 3, എക്സ് ഓഫ് 7 അടുത്ത ഗ്രൂപ്പ്. അപ്പോൾ ആ ഓർഡറിൽ തന്നെ നമുക്കിവിടെ ഈ ബ്ലോക്ക് ഡയഗ്രത്തിൽ വരയ്ക്കാം. എക്സ് ഓഫ് 0, എക്സ് ഓഫ് 4, ദെൻ എക്സ് ഓഫ് 2, എക്സ് ഓഫ് 2, എക്സ് ഓഫ് 6,
then x of 1, x of 5, then x of 3, x of 3, x of 7. So, can first compute the 2-point DFTs. Compute 2-point DFT. Compute 2-point DFT. So, compute 2-point DFT. Here again compute 2-point DFT. ഇപ്പോൾ നിങ്ങൾക്ക് ഈ FFTയെ കുറിച്ചുള്ള എസ്എ ക്വസ്റ്റ്യൻ വന്നാൽ തീർച്ചയായിട്ടും ഈ ബ്ലോക്ക് ഡയഗ്രം വരച്ച് വയ്ക്കുക. ഈ ബ്ലോക്ക് ഡയഗ്രം ബേസ് ചെയ്തിട്ട് നമുക്ക് എക്സ്പ്ലനേഷൻ വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ അതിൻ്റെ റീസൺ ഞാൻ നേരത്തെ മുന്നത്തെ സ്ലൈഡുകളിൽ കാണിച്ചിട്ടുള്ള മെത്തേഡ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ആ മെത്തേഡിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഈ 2-point DFTകൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കമ്പ്യൂട്ട് ചെയ്യുന്നത് ഈ ബ്ലോക്ക് ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം 4 numbers of 2-point, ഇതിൽ 3 സ്റ്റേജ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്നിൻ്റെ വാല്യൂ 8 ആയതുകൊണ്ട് ഇവിടെ നമ്പർ ഓഫ് സ്റ്റേജസ് എന്ന് പറയുന്നത് 3 ആണ്. കാരണം റാഡിക്സ് 2 FFT ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് 3 സ്റ്റേജുകൾ വേണ്ടി വരും. അതിൽ ഫസ്റ്റ് സ്റ്റേജാണ് ഇപ്പോൾ ഞാൻ വരച്ചിട്ടുള്ളത് 2-point DFT ഫസ്റ്റ് സ്റ്റേജ്. ഈ 2-point DFT നിന്ന് അടുത്തത് we get 2 numbers of 4-point DFTs. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കമ്പൈൻ ചെയ്തിട്ട് ചെയ്യാൻ പോകുന്നത് 4-point DFTs കിട്ടുക എന്നുള്ളതാണ് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ I get the 4-point DFTs. So we can show like this output. So from the output of 2-point DFT computation we get 2 numbers of 4-point DFTs. അത് അടുത്ത ബ്ലോക്ക് ആയിട്ട് കാണിക്കാം. So this is the next block diagram. This is the next block in the block diagram. So compute or combine 2-point DFTs to get 4-point DFT. വീണ്ടും അത് തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ വി ഗെറ്റ് 2 numbers of 4-point DFTs. So combine 2-point DFTs. 2-point DFTs to get 4-point DFT. Now we can combine ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. ഇവിടെ ഒന്ന് ആരോ അവിടെ വരെ എത്തിയില്ല. സോ ജസ്റ്റ് ബ്ലോക്ക് വരെ ഒന്ന് എത്തിക്കാം. ബ്ലോക്ക് വരെ. സോ ദിസ് ഈസ് ദ ഇൻപുട്ട് ടു ദി 4-point DFT. ഇപ്പോൾ 2-point DFTയുടെ ഔട്ട്പുട്ട് ആണ് നമ്മൾ 4-point DFTയിലെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, സോ 2-point DFTയുടെ ഔട്ട്പുട്ടാണ് നമ്മൾ 4-point DFTയുടെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ഇനി യു ക്യാൻ കമ്പൈൻ ദീസ് 4-point DFTs, the 2 numbers of 4-point DFTs. Here can combine the output of 4-point DFTs in order to get the 8-point DFT.
ഇതിലൊറ്റ ബ്ലോക്ക് വരയ്ക്കാം. സ്ട്രൈറ്റ് ലൈൻ ആക്കിയിട്ടാണ്. സ്ട്രൈറ്റ് ലൈൻ വരച്ചിട്ട് അതിലേക്ക് ആരോ കണക്ട് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് the output of the 4-point DFTs are connected as input to the to calculate 8-point DFTs. അപ്പോൾ ഇവിടെ ഒരു ബ്ലോക്ക് മാത്രം മതി, കാരണം പ്രീവിയസ്ലി നമ്മൾ 2 ബ്ലോക്ക് 4-point DFT 2 ബ്ലോക്കായിരുന്നു. അതിൽ നിന്നും ഒരു 8-point DFT ഒറ്റ ബ്ലോക്കിലേക്ക് നമ്മൾ മാറുന്നു. ഇവിടെ കാൽക്കുലേഷൻ്റെ കോംപ്ലക്സിറ്റി നമ്മൾ ഇവിടെ റെഡ്യൂസ് ചെയ്യാൻ കഴിയുന്നു. So now you get combine 4-point DFTs to get 8-point DFT. Then so that now you get finally the output of the 8-point DFT. So ഇവിടെ നമുക്ക് DFT കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. DFTs എല്ലാം കമ്പ്യൂട്ട് ചെയ്ത് നമുക്ക് ഫൈനലി ഔട്ട്പുട്ട് കിട്ടുകയാണ്. So this is the Fourier, we have found the Fourier transform. അത് DFT കഴിഞ്ഞിട്ട് കമ്പ്യൂട്ട് ചെയ്ത് കിട്ടുന്ന transformed output can be shown. So that is by a cap x of 0 ന് capital X of 0. അപ്പോൾ ഇവിടെ ഷഫ്ലിംഗ് ഒന്നുമില്ല, സ്ട്രൈറ്റ് അവേ നമുക്ക് എഴുതാം. കാരണം ഇവിടെ ഇൻപുട്ടിൽ നമ്മൾ കണ്ടത് ഷഫിൾ ചെയ്താണ്. അത് x0 x4 x2 x6 x1 x5 x3 x4. പക്ഷേ ഔട്ട്പുട്ടിൽ നമ്മൾ നോർമൽ ഓർഡറിൽ തന്നെയാണ് ഇവിടെ കിട്ടുക. സോ വി ഗെറ്റ്, കാരണം ഫൈനൽ കമ്പ്യൂട്ടേഷൻ കഴിയുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നോർമൽ ഓർഡറിൽ തന്നെ നമുക്ക് കാണിക്കാം. ദാറ്റ് ഈസ് capital X of 0, then capital X of 1 and capital X of 2. So here actually എങ്ങനെയാണ് നമുക്കിത് ഈ capital X എന്ന് കിട്ടാൻ കാരണം എന്താണ്? So the reason is because already you know that when you take the DFT, so when you take the DFT of X of 0 yields എന്താണ് കിട്ടുന്നത്? you get capital X of 0 എന്ന് കിട്ടും അല്ലേ. DFT of X of 0 എടുത്താൽ നമുക്ക് കിട്ടുന്നത് capital X of 0 ആണ്. capital X of 0 നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. അതുകൊണ്ടാണ് ഇവിടെ capital X of 0 ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദിസ് capital X of 0? ഈ capital X of 0 എന്ന് കാണിച്ചിരിക്കുന്നത് ദാറ്റ് ഈസ് ദ ട്രാൻസ്ഫോംഡ് ഔട്ട്പുട്ട്. സോ X of 0യുടെ ട്രാൻസ്ഫോംഡ് ഔട്ട്പുട്ടാണ് capital X of 0 എന്ന് പറയുന്നത്. സോ വിച്ച് ഈസ് ദി Fourier ട്രാൻസ്ഫോം ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽ X of 0. അപ്പോൾ X of 0 എന്ന് പറയുന്ന ഇൻപുട്ട് സാമ്പിൾ അഥവാ സിഗ്നലിൻ്റെ ഇൻപുട്ട് സാമ്പിളിൻ്റെ ട്രാൻസ്ഫോംഡ് ഔട്ട്പുട്ട്, അതായത് ഫാസ്റ്റ് Fourier ട്രാൻസ്ഫോം കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ്. അത് ഫാസ്റ്റ് Fourier ട്രാൻസ്ഫോം അഥവാ അതൊരു അൽഗോരിതമാണ്. ആ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നതിൻ്റെ Fourier ട്രാൻസ്ഫോമാണ്. ആ Fourier ട്രാൻസ്ഫോമാണ് capital X of 0. സോ സ്മോൾ x of 0യുടെ Fourier ട്രാൻസ്ഫോമാണ് capital X of 0. അപ്പോൾ നമുക്ക് DFT ഉപയോഗിച്ച് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. DFT ഉപയോഗിച്ച് DFT of X of 0 is equal to capital X of 0. കാരണം ഇവിടെയൊക്കെ നടക്കുന്ന സ്റ്റേജ് വൈസ് ആണെങ്കിലും എല്ലായിടത്തും നടക്കുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത് DFT ആണ്. DFT വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഫാസ്റ്റ് Fourier ട്രാൻസ്ഫോം ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് DFT ഉപയോഗിച്ച് തന്നെയാണ്. പക്ഷേ ഡയറക്റ്റ്ലി ചെയ്യുന്നതിന് പകരം ഇത് 3 സ്റ്റേജുകളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് 2-point DFT ആദ്യം കണ്ടുപിടിക്കുന്നു, അതിൽ നിന്നും 4-point DFT കണ്ടുപിടിക്കുന്നു, ആ 4-point DFTയിൽ നിന്നും ഫൈനലി നമ്മൾ 8-point DFT. ഇത് കണ്ടുപിടിക്കുന്നത് ചെയ്യുന്നത് നമ്മൾ കമ്പ്യൂട്ടേഷൻ ചെയ്യുന്നത് 2-point DFT മാത്രമാണ്.
ഈ 2 പോയിൻറ്റ് ഡി എഫ് ടി കമ്പ്യൂട്ടേഷൻ ചെയ്തതിന് ശേഷം ഇതിനെ കമ്പൈൻ ചെയ്ത് മാത്രമാണ് നമുക്ക് ഈ 4 പോയിൻറ്റ് ഡി എഫ് ടി കിട്ടുന്നത്. അപ്പോൾ ഇവിടെ കാൽക്കുലേഷൻസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. കാരണം ഡയറക്റ്റ്ലി നമ്മൾ 8 പോയിൻറ്റ് ഡി എഫ് ടി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും, അതിനകത്തൊരു കമ്പ്യൂട്ടേഷൻ കോംപ്ലക്സിറ്റി ഒരുപാട് കൂടുതലായി. അതിന് പകരം 2 പോയിൻറ്റ് ഡി എഫ് ടി ആദ്യം ചെയ്തതിന് ശേഷം ഇതിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് 4 പോയിൻറ്റ് ഡി എഫ് ടി നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കുമ്പോൾ അവിടെ കമ്പ്യൂട്ടേഷൻ കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. കാരണം യഥാർത്ഥത്തിൽ നമ്മളവിടെ ചെയ്യുന്നത് 2 പോയിൻറ്റ് ഡി എഫ് ടി മാത്രമാണ്. ഈ 2 പോയിൻറ്റ് ഡി എഫ് ടികളെ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് 4 പോയിൻറ്റ് ഡി എഫ് ടി കിട്ടുകയാണ്. ഈ 4 പോയിൻറ്റ് ഡി എഫ് ടിയിൽ നിന്ന് നമുക്ക് 8 പോയിൻറ്റ് ഡി എഫ് ടി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്നുള്ളത്. സോ വി ക്യാൻ റൈറ്റ് ദി റെസ്റ്റ് ഓഫ് ദ സിഗ്നൽസ്. എക്സ് ഓഫ് 2, ദെൻ ക്യാപിറ്റൽ എക്സ് ഓഫ് 3. ഇതിനെ നമ്മൾ നോർമൽ ഓർഡറിൽ തന്നെ ഇങ്ങനെ എഴുതിയാൽ മതി. ദെൻ ഗെറ്റ് ക്യാപിറ്റൽ എക്സ് ഓഫ് 4, ദെൻ ഇവിടെ ക്യാപിറ്റൽ എക്സ് ഓഫ് 5, ദെൻ ക്യാപിറ്റൽ എക്സ് ഓഫ് 6, ദെൻ ക്യാപിറ്റൽ എക്സ് ഓഫ് 7. സോ ഇതാണ് നമ്മുടെ സാമ്പിൾസ്. 8 പോയിൻറ്റ് ഡി എഫ് ടി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി these are the three stages of computation in 8 point DFT. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. ഈ 8 പോയിൻറ്റ് ഡി എഫ് ടിയിൽ നിന്ന് നമുക്ക് ഫർദർ എങ്ങനെയാണ് 16 പോയിൻറ്റ് ഡി എഫ് ടി ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ തുടങ്ങുന്നത് നമ്മൾ 2 പോയിൻറ്റ് ഡി എഫ് ടിയിൽ നിന്ന് തന്നെ ഇങ്ങനെ തന്നെ തുടങ്ങാം. അപ്പോൾ എത്ര നമ്പർ ഓഫ് 2 പോയിൻറ്റ് ഡി എഫ് ടീസ് ഉണ്ടാവും എന്നുള്ള നമുക്ക് നേരത്തെ ഉള്ളൊരു കമ്പാരിസൺ വെച്ച് തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാമെന്നുള്ളത്. ഇത് തന്നെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇപ്പോൾ 16 പോയിൻറ്റ് ഡി എഫ് ടി ആണ് നമ്മൾ ഉദാഹരണം ചെയ്യുന്നതെങ്കിൽ ഇവിടെ 16 പോയിൻറ്റ് ഡി എഫ് ടി ചെയ്യണമെങ്കിൽ 2 8 പോയിൻറ്റ് ഡി എഫ് ടീസ് വരും അല്ലേ. വീണ്ടും ആ 8 പോയിൻറ്റ് ഡി എഫ് ടി 1 2 3 4 4 പോയിൻറ്റ് ഡി എഫ് ടി ആയിട്ട് ഡീകമ്പോസ് ചെയ്യണം. ഈ 4 പോയിൻറ്റ് ഡി എഫ് ടീസിനെ വീണ്ടും ഫർദർ ഡീകമ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ 1 2 3 4 5 6 7 8 2 പോയിൻറ്റ് ഡി എഫ് ടീസ് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങാം. ഫസ്റ്റ് സ്റ്റേജ് ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. 1 2 3 4 5 6 7 8 2 പോയിൻറ്റ് ഡി എഫ് ടീസ് ആദ്യം നമ്മൾ ഈ ബ്ലോക്കിൽ വരയ്ക്കണം അല്ലേ. 8 2 പോയിൻറ്റ് ഡി എഫ് ടീസ് നമ്മൾ ഈ സ്റ്റേജിൽ വരയ്ക്കണം. ഇവിടെ നമ്മൾ 4 വരച്ചിട്ടുള്ളൂ. അതിന് പകരം 16 പോയിൻറ്റ് ഡി എഫ് ടി കണ്ടുപിടിക്കാനായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയായിരിക്കും? 8 2 പോയിൻറ്റ് ഡി എഫ് ടീസിൽ നിന്ന് തുടങ്ങുക. ആ 8 2 പോയിൻറ്റ് ഡി എഫ് ടീസിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 1 2 3 4 4 പോയിൻറ്റ് ഡി എഫ് ടീസ് കിട്ടും. 4 4 പോയിൻറ്റ് ഡി എഫ് ടീസ് അടുത്ത സ്റ്റേജിൽ വരയ്ക്കണം. ഇപ്പോൾ ഇവിടെ 2 വരച്ചിട്ടുള്ളൂ. അതിന് പകരം 4 4 പോയിൻറ്റ് ഡി എഫ് ടീസ് ഇവിടെ ബ്ലോക്ക് വരയ്ക്കേണ്ടി വരും. ഇനി ആ 4 4 പോയിൻറ്റ് ഡി എഫ് ടീസിൽ നിന്നും നമുക്ക് ഫർദർ എന്ത് ചെയ്യണം? അടുത്തത് 8 പോയിൻറ്റ് ഡി എഫ് ടി ആണ്. 2 8 പോയിൻറ്റ് ഡി എഫ് ടീസിനെ വരയ്ക്കുക. അപ്പോൾ ഇവിടെ 2 8 പോയിൻറ്റ് ഡി എഫ് ടി ബ്ലോക്ക് വേണ്ടി വരും. ഇവിടെ ഒരെണ്ണേ നമ്മൾ വരച്ചിട്ടുള്ളൂ. അതിന് പകരം 2 8 പോയിൻറ്റ് ഡി എഫ് ടി ബ്ലോക്ക് വരും. ബാക്കി കണക്ഷൻസ് ഇതെല്ലാം ഇതിന് സിമിലറായിട്ട് നമുക്ക് ചെയ്യാം. 2 8 പോയിൻറ്റ് ഡി എഫ് ടി വരും. ഇനി ഈ 2 8 പോയിൻറ്റ് ഡി എഫ് ടിനെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ഒറ്റ ബ്ലോക്ക് 16 പോയിൻറ്റ് ഡി എഫ് ടി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഞാൻ നേരത്തെ. ഒരൊറ്റ 16 പോയിൻറ്റ് ഡി എഫ് ടി കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് സ്റ്റേജസ് എന്ന് പറയുന്നത് എത്ര ഉണ്ടാവും? നമ്പർ ഓഫ് സ്റ്റേജസ് എന്ന് പറയുന്നത് 1 2 3 4. അതായത് ഇവിടെ m is equal to 4, അതായത് which is when n equal to 16, r is equal to 2, then m is equal to 4. എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ 16 is equal to 2 raised to 4. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റേജസ് is equal to 4. ഇത് നമുക്ക് ബ്ലോക്ക് ഡയഗ്രാം വൈസ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. നമുക്ക് ഇത് എത്ര വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ ഇത് 8 പോയിൻറ്റ് ഡി എഫ് ടിയുടെ എക്സാമ്പിളാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇത് തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് നിങ്ങൾ 16 പോയിൻറ്റ് ഡി എഫ് ടി വരുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ചിനെ പറ്റിയാണ് ഞാൻ ഡിഫറൻസിനെ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞത്. സോ ഇത് നമ്മുടെ FFTയുടെ ക്വസ്റ്റ്യൻ വരികയാണ്, എസ് എ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാം, എഴുതി വരച്ചുകൊണ്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിക്വയർഡ് ആൻസറായി. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു സിഗ്നൽ ഫ്ലോ ഗ്രാഫ് കൂടെ ഞാൻ വരയ്ക്കുകയാണ്. അതിലൂടെ അപ്പം ഇതിൽ നമ്മൾ DIFും DITയും ഞാൻ ഇതിൻ്റെ പറയുന്നതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം 2 പോയിൻറ്റ് ഡി എഫ് ടീസിൽ നിന്ന് എങ്ങനെയാണ് 8 പോയിൻറ്റ് ഡി എഫ് ടി n പോയിൻറ്റ് ഡി എഫ് ടി അല്ല 8 പോയിൻറ്റ് ഡി എഫ് ടി കിട്ടുന്നതെന്നും തിരിച്ച് 8 പോയിൻറ്റ് ഡി എഫ് ടിന്ന് എങ്ങനെയാണ് ഡീകമ്പോസ് ചെയ്ത് 2 പോയിൻറ്റ് ഡി എഫ് ടി കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ DITയും DIFും
എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നതെന്നുള്ളത് വന്നു കഴിഞ്ഞു. ഇനി അതിൻ്റെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് കൂടെ വരച്ച് കഴിഞ്ഞാൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്യാം. Flow graph for 8-point DIT. ഇവിടെ DIT എന്ന് പറയുന്നത് ഡെസിമേഷൻ ഇൻ ടൈം എന്നാണ്. DIT റാഡിക്സ് 2 FFT. ഇപ്പോൾ ഈ റാഡിക്സ് 2 FFT എന്ന് പറയുന്ന ആ എക്സാമ്പിൾ മാത്രമേ നമ്മൾ കണ്ടു. റാഡിക്സ് 2 അല്ലാതെ മാറ്റുന്നില്ല. കാരണം റാഡിക്സ് 2 വെച്ചിട്ടാണ് എല്ലാം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. 8-point DFTയും 16-point DFT ഒക്കെ റാഡിക്സ് 2 FFT വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അതിന് മാറ്റമൊന്നുമില്ല. സോ ഇവിടെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് നമ്മൾ ജസ്റ്റ് വരയ്ക്കാം. സോ ഇവിടെ നമ്മളിതിനെ ബട്ടർഫ്ലൈ എന്നും പറയും. ബേസിക് ബട്ടർഫ്ലൈ ഫ്ലോ ഡയഗ്രാം നമുക്ക് ആദ്യം വരയ്ക്കാം. അപ്പോൾ ഇത് ബട്ടർഫ്ലൈയുടെ ഷേപ്പ് ആയതുകൊണ്ടാണ് ഇതിനെ ബട്ടർഫ്ലൈ ഡയഗ്രാം എന്ന് പറയാൻ കാര്യം. ജസ്റ്റ് ഞാനിത് ഇതിൻ്റെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ജസ്റ്റ് പറയാം. So by the definition of DFTs, by the definition of DFT, the endpoint sequence is given by x of k, capital X of k is equal to sigma n is equal to 0 to capital N minus 1 x of n e raised to minus j 2 pi k divided by capital N for k is equal to 0, 1, etc. 1, 2, etc. capital N minus 1. അപ്പോൾ ഇത് നമ്മളെ വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. കാരണം നമ്മൾ DFT കാൽക്കുലേറ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള ഇക്വേഷനാണ്. അപ്പോൾ ഈ DFT കമ്പ്യൂട്ട് ചെയ്യുന്ന ഇക്വേഷനിൽ നമുക്കൊരു സിംപ്ലിഫിക്കേഷൻ വേണ്ടി ഇവിടെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതിനൊരു സിംപ്ലിഫിക്കേഷൻ വേണ്ടി e raised to minus j 2 pi k divided by n എന്നുള്ളതിനെ നമ്മളൊരു ടിഡിൽ ഫാക്ടർ, അതൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് നടത്താം. സോ ടു സിംപ്ലിഫൈ ദിസ് നൊട്ടേഷൻ നമ്മളിവിടെ ഇരിക്കുന്ന e raised to ഈ കോംപ്ലക്സ് ഫേസ് ഫംഗ്ഷൻ അഥവാ ഒരു ഫേസ് ഫാക്ടർ എന്ന് പറയാം. ഈ ഫേസ് ഫാക്ടറിനെ നമ്മൾ WN വെച്ച് റെപ്രസെൻ്റ് ചെയ്യാം. സോ to simplify the notation,はい、皆さんこんにちは。アルファアドバイザーズの坂下です。アルファアドバイザーズで
So to simplify the notation, it is desirable to define the complex valued phase factor Wn. Wn is also called as twiddle factor. Wn is also called as a twiddle factor, which is an nth root, of unity, So you can represent this Wn equal to Wn suffix n. Wn is equal to e raised to minus 2 pi divided by capital N. e raised to minus 2 pi divided by capital N. അപ്പോൾ അങ്ങനെ ഉണ്ട്. ഇവിടെ എക്സ്പ്രഷനിൽ ഇത് ഇക്വേഷൻ 1 ആണ്. ഈ ഇക്വേഷൻ 1നെ നമ്മൾ ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണെങ്കിൽ, അതായത് ഇ റേസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. Wn is equal to e raised to minus 2 pi divided by n. ഇവിടെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഇക്വേഷൻ 1നെ എങ്ങനെ എഴുതാം? We can write equation 1 as step 1. Therefore we can write e raised to minus j 2 pi nk divided by capital N. ഈ ഒരു ടേം മാത്രം നമുക്ക് എന്താണ് മാറ്റം വരുന്നതെന്നുള്ള എഴുതാം. That can be written as e raised to minus j 2 pi the whole raised to nk divided by capital N. ഓക്കെ, നമ്മളത് സിംപ്ലിഫൈ ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ എക്സ്പ്രഷൻ ഒന്നാമത്തെ ഇക്വേഷനിൽ ഈ എക്സ്പ്രഷൻ, അതായത് ഇ റേസ് ടു മൈനസ് ജെ 2 പൈ കെ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ എന്നെ നമുക്ക് ഒമേഗ അല്ല ഡബ്ല്യു എന്നിൻ്റെ ട്വിഡിൽ ഫാക്ടർ ഡബ്ല്യു എന്നിൻ്റെ ടേംസിൽ എഴുതണം. സോ ഓൾറെഡി നമ്മൾ ഡബ്ല്യു എൻ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 2 പൈ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എൻ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കുറച്ചുകൂടെ സിമ്പിൾ ഫോമിൽ എഴുതാം. സോ ഇവിടെ ഈ ഇക്വേഷൻ നമുക്ക് ഈ പാർട്ട് മാത്രം എടുക്കുക. ഇ റേസ് ടു മൈനസ് ജെ 2 പൈ കെ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എന്നിനെ ഇവിടെ അങ്ങനെ തന്നെ എഴുതുന്നു. ഇ റേസ് ടു മൈനസ് ജെ 2 പൈ കെ ഇവിടെ ഒരു എൻ കെ ഉണ്ട്. ഞാനത് വിട്ടുപോയിട്ടുണ്ട് നേരത്തെ എഴുതാനായിട്ട്. ഇ റേസ് ടു മൈനസ് ജെ 2 പൈ എൻ കെ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ. അതിനാണ് ഞാനിവിടെ വീണ്ടും ഇവിടെ ഇപ്പുറത്ത് എഴുതിയിരിക്കുന്നത്. ഇ റേസ് ടു മൈനസ് ജെ 2 പൈ എൻ കെ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എൻ. അപ്പോൾ അങ്ങനെ അതിനെ എങ്ങനെ എഴുതാം? നമുക്കിങ്ങനെ എഴുതാം. ഇ റേസ് ടു മൈനസ് ജെ 2 പൈ എന്നുള്ള ആദ്യം എടുക്കുക. ദ ഹോൾ റേസ് ടു എൻ കെ ഡിവൈഡഡ് ബൈ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഓഫ് ദ ഫോം ഗെറ്റിംഗ് ഇങ്ങനെ നമുക്ക് എഴുതാം. എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റേസ് ടു എം ഇൻറ്റു എൻ. അതാണ് ഇവിടെ. അപ്പോൾ അതിനെ തിരിച്ച് എഴുതുമ്പോൾ എ റേസ് ടു എം ഇൻറ്റു എന്നിനെ തിരിച്ച് നമ്മൾ എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ ഫോമിലേക്ക് ഇവിടെ എഴുതുകയാണ്. എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ. സോ എ റേസ് ടു എം എന്നിനെ എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ ഫോമിൽ എഴുതി. സോ ഇ റേസ് ടു മൈനസ് ജെ 2 പൈ എൻ കെ ബൈ എന്നിന് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ജെ 2 പൈ ദ ഹോൾ റേസ് ടു എൻ കെ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എന്ന് എഴുതി. സോ നമുക്ക് ഇനി ഇവിടെ ട്വിഡിൽ ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ട്വിഡിൽ ഫാക്ടർ എന്ന് പറയുന്നത് ഡബ്ല്യു നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു എൻ. ഇപ്പോൾ ഈ പാർട്ടിനെയാണ് നമ്മൾ ഡബ്ല്യു എൻ നേരത്തെ വിളിച്ചത് അല്ലേ. സോ ഡബ്ല്യു എൻ എന്ന് പറയുന്നത് പ്രീവിയസിൽ നമുക്ക് കാണാം. ഡബ്ല്യു എൻ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 2 പൈ ഡിവൈഡ് ബൈ എൻ ആണ്. അപ്പോൾ ഇവിടെ ഈ ഇ റേസ് ടു മൈനസ് 2 പൈ ഡിവൈഡ് ബൈ എന്നിനെ നമുക്ക് ഡബ്ല്യു എൻ ദ റേസ് ടു എൻ കെ എന്നുള്ള ഫോമിലേക്ക് എഴുതാം. ഡബ്ല്യു എൻ റേസ് ടു എൻ കെ, ഡബ്ല്യു സഫിക്സ് എൻ റേസ് ടു എൻ കെ എന്ന് എഴുതാം അല്ലേ.
അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് കിട്ടിയെന്നുള്ളത് ഇവിടെ കാണിച്ച് വ്യക്തമാണ്. സിൻസ് ഇ റേസ് ടു ഡബ്ല്യു എൻ ഇസ് ഇ റേസ് ടു മൈനസ് 2π ഡിവൈഡഡ് ബൈ എൻ, ഇ റേസ് ടു മൈനസ് 2π ഡിവൈഡഡ് ബൈ എൻ. ഇവിടെ ഇ റേസ് ടു മൈനസ് ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഇവിടെ ഈ ഒരു ജെ കൂടെ ഉണ്ട്. സോ ഹിയർ വി ഹാവ് ഇ റേസ് ടു മൈനസ് ജെ 2π ഡിവൈഡഡ് ബൈ എൻ, ഇ റേസ് ടു മൈനസ് ജെ 2π ഡിവൈഡഡ് ബൈ എൻ. ഇവിടെ ഇ റേസ് ടു മൈനസ് ജെ 2π ഡിവൈഡഡ് ബൈ എൻ, അതിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡബ്ല്യു എൻ എന്ന് എഴുതിയത് അല്ലേ. പിന്നെ റിമൈനിങ് ഇവിടെ എൻ കെ മാത്രമാണ്, റേസ് ടു എൻ കെ. സോ ഇ റേസ് ടു മൈനസ് ജെ 2π ഡിവൈഡഡ് ബൈ എന്നിനെ ഡബ്ല്യു എൻ എന്ന് എഴുതി, റേസ് ടു എൻ കെ. അപ്പോൾ നമുക്ക് നൊട്ടേഷൻ എഴുതി കഴിഞ്ഞു. ഈ ഡബ്ല്യു എന്നിനെ നമ്മളിവിടെ ട്വിഡിൽ ഫാക്ടർ എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് ഇവിടെ തിരിച്ച് നമ്മുടെ സിഗ്നൽ ഫ്ലോ ഗ്രാഫിലേക്ക് വരാം. അപ്പോൾ സിഗ്നൽ ഫ്ലോ ഗ്രാഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഇക്വേഷനാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. ഈ ഇക്വേഷനിൽ നമുക്ക് ട്വിഡിൽ ഫാക്ടർ കിട്ടി. ട്വിഡിൽ ഫാക്ടറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ട്വിഡിൽ ഫാക്ടറിനെ വെച്ച് നമ്മളിതിനെ സിഗ്നൽ ഫ്ലോ ആയിട്ട് സിമ്പിളായിട്ട് ഒരു ബട്ടർഫ്ലൈ ഡയഗ്രാം ഉപയോഗിച്ച് എങ്ങനെയാണ് ഇതിനെ നമുക്ക് വരയ്ക്കുക, റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത് കാണാം. ഇതിനെ ഒന്ന് ജനറലൈസ് ചെയ്യാം. ഈ ബട്ടർഫ്ലൈ ഡയഗ്രാം വരയ്ക്കുന്നതിന് മുമ്പേ so if we observe the basic computation, performed at every stage we can arrive at the following conclusion. That is number one. In each computation, two complex numbers A and B are considered then point 2, the complex number B is multiplied by a phase factor, also known as Twiddle factor, by a phase factor. ഇപ്പോൾ നേരത്തെ കണ്ട Twiddle factor, Wn raised to k. Then point 3, the product B into Wn raised to k is added. ഇപ്പോൾ രണ്ടാമത്തെ നമ്പറാണ് ഇവിടെ ബി, കോംപ്ലക്സ് നമ്പറാണ് ബി. ബിയും Wn ദ ഹോൾ റൈസ് ടു കെ, Wn റൈസ് ടു കെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് ബി ഇൻറ്റു Wn റൈസ് ടു കെ ഈസ് ആഡഡ് ടു ദ കോംപ്ലക്സ് നമ്പർ A to form new complex number
A, new complex number A, new complex number A, okay, capital A. Then point number 4, the product B W N, the product B W N raised to K is subtracted from complex number A to form a new complex number capital B. അപ്പോൾ നമുക്ക് ഇനിയാണ് ബേസിക് ബട്ടർഫ്ലൈ ഡയഗ്രം നമ്മൾ ഈ ടെക്നിക്കും ഈ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ 4 സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ട് എയും തുടക്കത്തിൽ എയും ബി എന്ന് പറയുന്ന 2 കോംപ്ലക്സ് നമ്പർ എടുക്കുന്നു. അതുമായിട്ട് നമ്മൾ WN റൈസ് ടു കെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഫേസ് ഫാക്ടർ WN റൈസ് ടു കെ വെച്ച് ബിയെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ് BWN റൈസ് ടു കെ. വീണ്ടും ഇത് എന്ത് ചെയ്യുന്നു, ഈ BWN റൈസ് ടു കെനെ നമ്മൾ കോംപ്ലക്സ് നമ്പർ എയിൽ നിന്നും സബ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് പുതിയ കോംപ്ലക്സ് നമ്പർ ബി കിട്ടുന്നു. സോ നമുക്കിതിവിടെ ജസ്റ്റ് ഒന്ന് റെപ്രസെൻ്റ് ചെയ്യാം. സോ വിച്ച് ഈസ് ആക്ച്വലി നോൺ ആസ് ദ ബേസിക് ബട്ടർഫ്ലൈ ഡയഗ്രാം. So we start with the complex number A. And another complex number B. And here we multiply B with twiddle factor or phase factor WN raised to K in order to obtain B into WN raised to K. Then we subtract this from A. ഇപ്പോൾ ഇവിടെ നമുക്ക് 2 വാല്യൂസ് ഇവിടെ കിട്ടുന്നത്, ഒന്ന് ഇവിടെ കിട്ടുന്ന അഡീഷനും ഇവിടെ കിട്ടുന്ന സബ്ട്രാക്ഷനുമാണ്. അപ്പോൾ ഇവിടെ B ഇൻറ്റു WN റേസ് ടു കെ നേരെ ഇങ്ങോട്ടേക്ക് കിട്ടിക്കഴിഞ്ഞ് ഈ നോഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്നത് ക്യാപിറ്റൽ എ, ആദ്യത്തെ കോംപ്ലക്സ് നമ്പർ ക്യാപിറ്റൽ എ ഇസ് ഈക്വൽ ടു, ഇവിടെ ഓൾറെഡി നമ്മൾ എ ഉണ്ട്, എയുടെ കൂടെ ഈ ഫംഗ്ഷൻ അത് B ഇൻറ്റു WN റേസ് ടു കെ എന്ന് പറയുന്നത് ആഡ് ചെയ്ത് കിട്ടും. സോ ഇവിടെ എഴുതാം എ ഇസ് ഈക്വൽ ടു സ്മോൾ എ പ്ലസ് BWN റേസ് ടു കെ. ഇതാണ് ഒരു സെറ്റ്. ഫസ്റ്റ് അത് നമ്മൾ ആദ്യം കിട്ടുന്ന കോംപ്ലക്സ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് എയും ബി എന്നാണ്. അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് കോംപ്ലക്സ് നമ്പർ ഒന്നാമത് ഇവിടെ ഞാൻ ഇവിടെ സ്റ്റെപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. സോ ദി പ്രൊഡക്റ്റ് ഓഫ് BWN റേസ് ടു കെ ഈസ് ആഡഡ് ടു ദ കോംപ്ലക്സ് നമ്പർ എ ടു ഫോം ദ ന്യൂ കോംപ്ലക്സ് നമ്പർ ക്യാപിറ്റൽ എ. ഇനി അടുത്ത സ്റ്റെപ്പിൽ ദി പ്രോഡക്റ്റ് BWN റേസ് ടു കെ ഈസ് സബ്ട്രാക്റ്റഡ് ഫ്രം ദി കോംപ്ലക്സ് നമ്പർ എ ടു ഫോം ദ ന്യൂ കോംപ്ലക്സ് നമ്പർ ബി. ഇപ്പോൾ ഇവിടെ എയും ബി ആദ്യം ഇത് ആഡ് ചെയ്ത് കിട്ടുന്നത് എയും, അത് എ പ്ലസ് WN ഹോൾ റേസ് ടു കെനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എ എങ്കിൽ, ഇവിടെ ബി എന്ന് പറയുന്നത് എന്താണ്, ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ദാറ്റ് ഈസ് എ മൈനസ് BWN റേസ് ടു കെ. ഇതാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ 2 കോംപ്ലക്സ് നമ്പർ ഇവിടെ കിട്ടും. ഇനി അതിൻ്റെ കറസ്പോണ്ടിങ് ഗെയിൻസ് അതിൻ്റെ അടുത്തായിട്ട് നമുക്ക് കാണിക്കണം. ഇവിടെ ഗെയിൻ എന്ന് പറയുന്നത് 1 ആണ്, ഇവിടെയും 1 ആണ്. അപ്പോൾ ഇവിടെ സിഗ്നൽ ഫ്ലോ ഗ്രാഫിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്
അവിടെ ബ്രാഞ്ചസിൽ നമ്മളതിൻ്റെ ആരോടെ തൊട്ട് മുകളിലായിട്ട് അതിൻ്റെ ഗെയിൻ കാണിക്കണം. ഗെയിൻ ഒന്നും ഇല്ലെങ്കിൽ ദാറ്റ് മീൻസ് അവിടെ 1 എന്നാണ്, യൂണിറ്റിയാണ് ഗെയിൻ. അപ്പോൾ അതവിടെ കാണിച്ചിരിക്കണം. ഇനി ഇവിടെ രണ്ടാമത്തെ ഈ കേസിൽ ഇവിടെ ഇത്തെ ഗെയിൻ എന്ന് പറയുന്നത് WN⁻k ആണ്. അപ്പോൾ വി ഹാവ് ടു മൾട്ടിപ്ലൈ B വിത്ത് WN⁻k ടു ഗെറ്റ് ദി ഔട്ട്പുട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ നോഡിൽ ഔട്ട്പുട്ട് കിട്ടി. ഇനി ഫൈനലി ഇവിടെ കിട്ടുന്നത് ഈ BWN⁻kനെ ഇവിടെ എത്തുമ്പോൾ സബ്ട്രാക്റ്റ് ചെയ്യുകയാണ് അല്ലേ, ഇത് സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു -1 എന്നിട്ടാലേ അവിടെ സബ്ട്രാക്ഷൻ ആവുള്ളൂ അല്ലേ. ഈ ഗെയിൻ -1 ഇട്ട് കഴിയുമ്പോൾ വി ഗെറ്റ് എന്ത് കിട്ടും ഇവിടെ, this term becomes minus, ഈ നോഡിലെത്തുമ്പോൾ this becomes minus the BWN⁻k കിട്ടും അല്ലേ. അതിനെ ഇവിടെ ഇവിടെ ഈ ബ്രാഞ്ചിൽ നിന്ന് ഇങ്ങോട്ട് എത്തുന്നുണ്ട് ഒരു ബ്രാഞ്ച് അല്ലേ, ഈ ബ്രാഞ്ച് ഇവിടെ ചേരുകയാണ്, ഇത് രണ്ടും കൂടെ ചേരുകയാണ്. അതായത് -BWN⁻kയും A കൂടെ ഇവിടെ ചേരുന്ന സമയത്ത് വി ഗെറ്റ് A മൈനസ് കിട്ടും അല്ലേ, A മൈനസ് BWN⁻k എന്ന് കിട്ടും. സോ വിച്ച് ഇസ് ഈക്വൽ ടു B. ആദ്യത്തത് കോംപ്ലക്സ് നമ്പർ എങ്ങനെ കിട്ടുന്നത്, A എങ്ങനെ കിട്ടുക, ക്യാപിറ്റൽ A ഇസ് ഈക്വൽ ടു ഇവിടെ ഡയറക്റ്റ്ലി നമുക്ക് A × 1 A വീണ്ടും × 1 വീണ്ടും A, അപ്പോൾ A എന്ന് തന്നെ കിട്ടും ഔട്ട്പുട്ട്. A പ്ലസ് ഇവിടെ നേരെ ഇവിടുന്ന് B×WN⁻kനെ നേരെ ഇവിടുന്ന് വന്നു മൾട്ടിപ്ലൈ ചെയ്ത് B മൾട്ടിപ്ലൈ നേരെ ഇങ്ങോട്ടെത്തി. ഇവിടെ വീണ്ടും ഗെയിൻ എന്ന് പറയുന്നത് അവിടെ 1 എന്ന് തന്നെ കാണിക്കണം. അവിടെ നമുക്ക് 1 കാണിക്കാം. ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഗെയിൻസ്, കറസ്പോണ്ടിങ് ഗെയിൻസ്. ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്. സോ വീണ്ടും ആ ഗെയിൻ വെച്ച് 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ സെയിം നമ്പർ കിട്ടും. സോ BWN⁻k × 1 ദാറ്റ് ഈസ് സെയിം BWN⁻k. അത് ഈ പോയിന്റിലെത്തും. എയുമായിട്ട് ആഡ് ചെയ്യും, ഇവിടെയുള്ള എയുമായിട്ട് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് A + BWN⁻k വിച്ച് ഇസ് ക്യാപിറ്റൽ A. ഈ രണ്ട് കോംപ്ലക്സ് നമ്പർ ആണ് നമുക്ക് കിട്ടുക, ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബി. സോ ദിസ് ഇസ് നോൺ ആസ് ദ ബേസിക് ബട്ടർഫ്ലൈ ഡയഗ്രാം. So this is called the basic butterfly or flow graph, signal flow graph of DIT radix to FFT. Okay. So now using this butterfly for radix to FFT, DIT FFT, we can proceed with the construction for 8-point DFT. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ട് ഇതിനെ നേരത്തെ വരച്ച ബ്ലോക്ക് ഡയഗ്രത്തിനെ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള സിഗ്നൽ ഫ്ലോ ഗ്രാഫ് നമുക്ക് വരയ്ക്കാം. ഞാൻ നമ്മുടെ ബ്ലോക്ക് ഡയഗ്രത്തിലേക്ക് നമുക്ക് തിരിച്ചു വന്നിട്ട് പോകാം. അപ്പോൾ ഇതാണ് ബേസിക് നമ്മുടെ ബ്ലോക്ക് ഡയഗ്രം. അപ്പോൾ ഇവിടെ 2-point DFTസിൽ നിന്നും 4-point DFT കിട്ടുന്നു, 4-point DFTയിൽ നിന്നും 8-point DFT കിട്ടുന്നു. അപ്പോൾ ഇവിടെ നമ്പേഴ്സ് നോക്കുക, സ്റ്റേജസ് എന്ന് പറയുന്നത് 3 സ്റ്റേജാണ്. ഇത് ഫസ്റ്റ് സ്റ്റേജ്, ഇത് സെക്കൻഡ് സ്റ്റേജ്, ഇത് തേർഡ് സ്റ്റേജ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിലുള്ള 2-point DFTസിനെ നമുക്ക് ഇതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള സിഗ്നൽ ഫ്ലോ ഗ്രാഫ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റേജിലുള്ള 4-point DFTസിനെ അതിൻ്റെ ഇക്വലൻ്റ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലുള്ള 8-point DFTനെയും അതിൻ്റെ ഇക്വലൻ്റ് സിഗ്നൽ ഫ്ലോ വെച്ച് ഗ്രാഫ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഡയഗ്രാംസ് ഇവിടെ വരയ്ക്കുന്നു, നോട്ട് ചെയ്യുക.
ഈ ഡയഗ്രാം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാം. ഞാൻ ഈ വരയ്ക്കുന്നത് നോക്കിയിട്ട് ഇതേപോലെ നിങ്ങൾക്ക് വരയ്ക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ നേരത്തെ വരച്ച ബ്ലോക്ക് ഡയഗ്രത്തിൽ നിന്ന് ഡയറക്റ്റ്ലി കിട്ടിയിട്ടുള്ളതാണ് എനിക്ക് സിഗ്നൽ ഫ്ലോ ഗ്രാഫ്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ അത് ഡയറക്റ്റ്ലി വരച്ച് പോവാം. ഇത് നമ്മൾ നേരത്തെ വരച്ച 2 പോയിൻ്റ് DFTയുടെ ഈ ബട്ടർഫ്ലൈ ഡയഗ്രമാണ് ഞാനിവിടെ ഇപ്പുറത്തേക്ക് എടുത്ത് വരച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെ വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് എന്താണെന്നുള്ള അതുമായിട്ട് കമ്പയർ ചെയ്താൽ മതി. കമ്പയർ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്കിത് ജസ്റ്റ് വരയ്ക്കാം. ഇത് ജസ്റ്റ് നോക്കി ഇതേപോലെ നമുക്ക് വരച്ചാൽ മതി. ഇവിടെ ഗെയിൻ 1, ഇവിടെ ഗെയിൻ 1, ഇവിടെ ഗെയിൻ 1. ഈ ടിറ്റിൽ ഫാക്ടർ ശ്രദ്ധിക്കാനുള്ളത് നമ്മളിവിടെ ജനറൽ ഫോമാണ് ഇവിടെ WN⁻k എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ WN⁻k എന്ന് പറയുന്നത് എന്നിൻ്റെ വാല്യൂ ഇതാണ്. അപ്പോൾ ഇവിടെ 2 പോയിൻ്റ് ആകുമ്പോൾ N2 എന്ന് എഴുതാം. 2 ഇവിടെ കെയുടെ വാല്യൂ ഇവിടെ നമ്മൾ ഇനീഷ്യലി 0 എന്നാണ് വരിക അല്ലേ. k = 0. ഇപ്പോൾ 0 എന്ന് പറയുന്നത് സാമ്പിൾ തുടങ്ങുന്നത് x(0) അല്ലെ, ആ സാമ്പിൾ കെയുടെ വാല്യൂ. സോ ഈ സമ്മേഷനിൽ നമ്മൾ ഈ സ്റ്റാർട്ട് വിത്ത് k = ഇവിടെ കാണാം. സ്റ്റാർട്ട് വിത്ത് k = 0 സമ്മേഷൻ k = 0 to n-1. ഫോർ k = 0 to N-1. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിവിടെ സാമ്പിൾ വാല്യൂസ് ഇവിടെ നമുക്ക് എടുക്കാം. ദാറ്റ് ഈസ് ഈ കാണുന്ന ട്യൂഡിൽ ഫാക്ടറിൽ WN⁻k എന്നുള്ളത് n എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് പോയിൻറ്റ്സ് ആൻഡ് k ഈസ് ദ സാമ്പിൾ. k ഷോസ് ദ സാമ്പിൾ. അപ്പോൾ അതനുസരിച്ച് നമുക്കിവിടെ ഡയഗ്രത്തിൽ വരച്ച് പോകാം. സോ ആദ്യം W2⁻0 എന്നിൻ്റെ വാല്യൂ ക്യാപിറ്റലിൻ്റെ വാല്യൂ 2ഉം കെയുടെ വാല്യൂ 0 ആണ്. 0 സാമ്പിൾ എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ ഇതിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേജിൽ പോകുമ്പോൾ ഇവിടെ 1 ഗെയിൻ 1 നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഈ ഫസ്റ്റ് സ്റ്റേജിനെയും അടുത്ത സ്റ്റേജിനെയും കൂടെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ആ ഓരോ എക്സ്റ്റൻഷൻസിനും അതിനനുസരിച്ച് നമുക്കിത് കാണിച്ചു പോകാം, വാല്യൂസ് അവിടെ ഇട്ട് പോകാം. ഇപ്പോൾ ഇവിടെ 1 എന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി
അടുത്ത സ്റ്റേജിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി. അടുത്ത സ്റ്റേജ് വരയ്ക്കാൻ പോകുന്നത് 4 പോയിൻറ്റ് DFT ആണ്. അപ്പോൾ 2 പോയിൻറ്റ് DFT ബാക്കിയും കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. കൈ അറിയാതെ ഒന്ന് തട്ടിപ്പോയി. ഇതിൻ്റെ പ്രശ്നം എങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ഡയഗ്രം ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വരച്ചില്ലെങ്കിൽ ഒറ്റയടിക്ക് എനിക്കിത് ഇതിൻ്റെ ഫോട്ടോ എടുത്ത് ഇടായിരുന്നു. അത് ഒരു സ്കാൻഡ് ഫോട്ടോ എടുത്തിട്ടാൽ നിങ്ങൾക്ക് പക്ഷേ ഇത് എങ്ങനെ വരയ്ക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് ഞാനിത് ആക്ച്വലി ഇത് സ്കെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേണ്ട. ഇത് സ്കെച്ച് ചെയ്ത് വരച്ചാലേ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുള്ളൂ. അടുത്ത സ്റ്റേജിൽ നമുക്ക് ഇതിന് 4 പോയിൻറ്റ് DFT സ്റ്റേജാണ് വരയ്ക്കുന്നത്. അവിടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഇത് ഈ വിധത്തിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് കമ്പൈൻ ചെയ്യാം. ഇങ്ങനെ വേറൊരു കളർ ചൂസ് ചെയ്യാൻ തോന്നുന്നു. ഓൾട്ടർനേറ്റ് ഇങ്ങോട്ട് വരയ്ക്കുക, ഇത് ഇങ്ങോട്ട് വരയ്ക്കുക, അങ്ങനെ പോകണം. അപ്പോൾ അടുത്തത് അതേപോലെ തന്നെ ഇവിടെ വീണ്ടും ഈ സെറ്റും കൂടെ ഇങ്ങനെ കമ്പൈൻ ചെയ്യാം, ഇങ്ങനെ കമ്പൈൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആരോസ് നമുക്കിവിടെ ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഗെയിൻസ് അതിൻ്റെ തൊട്ടടുത്തിടുക. 1 ആരോടെ തൊട്ടടുത്തായിട്ട് അതിൻ്റെ ഗെയിൻ കാണിക്കണം. 1 1 ഓക്കെ. ദെൻ ഇവിടെ W 4⁻0, W 4:1, ദെൻ ഇവിടെ 1 1, ഇവിടെ W 4:0, W 4:1. ഇത് ഈ പ്രകാരം തന്നെ എഴുതി പോവുക. ദെൻ അടുത്ത സ്റ്റേജിലും അതേപോലെ നമുക്ക് സെക്കൻഡ് സ്റ്റേജ് വരയ്ക്കാം. അതിൻ്റെ ഗെയിൻസ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് കാണിക്കാം. വൺ 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 വൺ. ഇനി ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ഇവിടെ ഇങ്ങനെ മുമ്പോട്ട് തന്നെ. ഇതിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് എപ്പോഴും മുമ്പോട്ടേക്ക് തന്നെയാണ് കാണിക്കേണ്ടത്. ഇതേ ഡയറക്ഷനിൽ തന്നെ ഫ്ലോ കാണിക്കാം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് അതിൻ്റെ ഗെയിൻ, ആരോടെ തൊട്ടടുത്താണ് അതിൻ്റെ ഗെയിൻ എഴുതുക. ആ ഗെയിൻ ഇപ്രകാരം നമുക്ക് മാർക്ക് ചെയ്യാം. 1 then 1
ആദ്യത്തെ സെറ്റിൽ മുകളിൽ വരുന്നത് +1 താഴെ വരുന്നത് രണ്ടും -1 എന്ന് ഇടണം. ഇവിടെ +1 ദെൻ -1 കാരണം അത് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഈ ബേസിക് ഡയഗ്രത്തിൽ നിന്നാണ് അത് കിട്ടിയത്. കാരണം ഇവിടെ മുകളിൽ +1 താഴെ -1 ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പ്രകാരം തന്നെ ഇത് എക്സ്റ്റെൻഡ് ചെയ്താൽ ഇവിടെ മുകളിൽ പോസിറ്റീവ് സമ്മും താഴെ ഡിഫറൻസുമാണ് കിട്ടുന്നത്. അപ്പോൾ അത് പ്രകാരം തന്നെ ഇവിടെ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ മുകളിൽ സമ്മും താഴെ ഡിഫറൻസും. ഇവിടെ അങ്ങനെയാണ്, മുകളിൽ സമ്മ് താഴെ ഔട്ട്പുട്ട് കിട്ടുന്ന ഡിഫറൻസ്. ഇവിടെ സമ്മ് ഡിഫറൻസ് അങ്ങനെ തന്നെ വരും. അപ്പോൾ അത് തന്നെ സെക്കൻഡ് സ്റ്റേജിലും മുകളിൽ 2 ഇത് സെറ്റാണ് വരിക, അവിടെ സമ്മും താഴത്തെ 2 സെറ്റിലും ഡിഫറൻസസ്. ഇവിടെ സമ്മ് ഇവിടെ 2 ഡിഫറൻസ്. അങ്ങനെ പ്രൊസീഡ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് ഇവിടെ നമുക്ക് ഫസ്റ്റ് ഈ സെറ്റിൽ ശ്രദ്ധിച്ചാണ് ഇവിടെ 1 ഇവിടെ 1 കഴിഞ്ഞ് അടുത്തത് വീണ്ടും ഇവിടെ ഒരു 1 ആണ്. തൊട്ട് താഴെ വരച്ച് മുകളിലേക്ക് എടുത്ത് ഷിഫ്റ്റ് ചെയ്ത് വരയ്ക്കുക. ഇവിടെ 1 ആണ്. പിന്നെ താഴെ W4⁴, ഇവിടെ W4⁴ എന്നാണ് വന്നേക്കുന്നത്. ഇവിടെ താഴെ W4⁴, W4⁴. അത് ഇങ്ങോട്ടേക്ക് എഴുതുന്ന സമയത്ത് ആദ്യത്തെ 4 എണ്ണത്തിന് 4 സെറ്റിൽ 4 പോയിന്റ് നോട്ട്സിൽ 1 1 1 1 എന്ന് വരും. ഇവിടെ 2 എണ്ണത്തിലാണ് വന്നതെങ്കിൽ ഇവിടെ 4 എണ്ണത്തിൽ വരും. താഴത്തെ 4 എണ്ണത്തിൽ ഒരേപോലെ. അത് W8. ഇപ്പം ഇവിടെ 4 പോയിൻറ്റ് DFT ആയതുകൊണ്ടാണ് ഇവിടെ W4 വന്നത്. അപ്പോൾ ഇവിടെ ഇത് 8 പോയിൻറ്റ് DFTയിലേക്ക് എത്തുമ്പോൾ ദിസ് ബിക്കംസ് W8. അപ്പോൾ W8⁴, W8⁴ അങ്ങനെ എഴുതി പോവാം. ഓക്കെ. ഇപ്പോൾ ഇതിവിടെ കംപ്ലീറ്റ് ചെയ്യാൻ W2⁴, ഇത് 2 പോയിൻറ്റ് DFT ആയതുകൊണ്ടാണ് ഇവിടെ W2 എന്ന് വന്നത്. അപ്പോൾ അടുത്തത് W2 ഇവിടെ എഴുതാം. അതും കൂടെ കംപ്ലീറ്റ് ചെയ്ത് പോവാം. ഇവിടെ 1 W2⁴, വീണ്ടും ഇവിടെ 1, ഇവിടെ W2⁴, ദെൻ ഇവിടെ വീണ്ടും 1, ഇവിടെ W2⁴. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ഇവിടെ എഴുതിയിട്ടുണ്ട്. 1 1 W4⁴, W4⁴. ഇവിടെ 1 1 W4⁴, W4⁴. ഇവിടെ ⁴ എന്ന് പറയുന്നത് ഫസ്റ്റ് സാമ്പിൾ എന്നാണ്. W4⁴ എന്ന് പറയുന്നത് 0th സാമ്പിളാണ്. ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന W2⁴ എന്ന് പറയുന്നത് ഫസ്റ്റ് സാമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ സാമ്പിൾസ് എത്രത്തോളം വരുന്നുള്ളതും അവരെ കമ്പ്യൂട്ടേഷൻ സ്റ്റേജ് അനുസരിച്ചാണ് നമ്മൾ വരിക. 2 പോയിൻ്റ് സീക്വൻസിൽ സാമ്പിൾസിൻ്റെ എണ്ണം ഇവിടെ കാണിച്ച പോലെ സാമ്പിൾസ് ഇവിടെ കാണിക്കാം. ഇതിൽ ഈ സാമ്പിൾസാണ് കാണുന്നത്. ഇവിടെ ഇപ്പുറത്ത് W4 എന്ന് പറയുന്ന സ്റ്റേജിലുള്ള സാമ്പിൾസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. or actually depends on the number of points. The samples actually depends on the number of points. അടുത്തത് ഇതേപോലെ പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ we can write this as, ഇവിടെ ആരോ ഇങ്ങനെ തന്നെ വരയ്ക്കാം. And this is 1 1 1 1 and this is W8⁴. It is 8⁴, W8⁴ then W8⁴, then W8⁴. So W8⁴. Again this shows the number of points or the number of samples. Number of points കൂടുമ്പോൾ number of samples കൂടും. അപ്പോൾ ഇവിടെ 8 പോയിൻ്റ് സീക്വൻസിൽ സംബന്ധിച്ച് ഇവിടെ 8 സാമ്പിൾസ് വരുന്നുണ്ട് അല്ലേ. 8 സാമ്പിൾസ് അതിൽ 4 ഗ്രൂപ്പായിട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് ഫസ്റ്റ് സെറ്റും ഓഫ് 4 പോയിൻറ്റ്സും ഇത് സെക്കൻഡ് സെറ്റ് ഓഫ് 4 പോയിൻറ്റ്സും. അപ്പോൾ ഇവിടെ സമയം 4 പോയിൻറ്റ് DFTസിൽ ഇവിടെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്,
അപ്പർ പാർട്ട് ഇവിടെ 1 1 എന്ന് കാണിച്ചിരിക്കുന്നത്. ഇത് 2 പോയിൻറ്റ്, ഇത് ഇവിടെ 2 പോയിൻറ്റ്, ഇവിടെ 2 പോയിൻറ്റ്, അങ്ങനെ 4 പോയിൻറ്റ്. ഇവിടെ 8 പോയിൻ്റ് ആണെങ്കിൽ ഇവിടെ 4 പോയിൻ്റാണ്, 4 പോയിൻറ്റ് വീതം 2 എണ്ണം. ഇവിടെ 2 പോയിൻറ്റ് DFT എത്തുമ്പോൾ 2 പോയിൻറ്റ് വീതം 4 എണ്ണം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിലുള്ള ബട്ടർഫ്ലൈ ഡയഗ്രാം വരയ്ക്കാം. ഇത് കമ്പൈൻ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ആദ്യത്തെ സാമ്പിളിൽ നിന്നും നാലാമത്തെ X4ലേക്കാണ് പോകേണ്ടത്. ഇതൊന്ന് X4ലേക്ക് ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ ഇത് നേരെ ക്രോസ് ഇങ്ങോട്ട് വരയ്ക്കുക. അടുത്ത പോയിന്റിൽ നിന്നും തൊട്ട് മുന്നത്ത് ഇവിടെ ജസ്റ്റ് അത് മാറിപ്പോയി, അതൊന്ന് കറക്റ്റ് ചെയ്യട്ടെ. അതായത് ഇവിടെ നിന്നും നേരെ ഈ സാമ്പിളിലേക്ക് ഇവിടെയാണ് വരുന്നത്. ഈ ഗ്രാഫിൻ്റെ ഈ ഒരു ഗ്രാഫിലേക്കാണ് വരേണ്ടത്. ഇവിടെ നിന്നും തുടങ്ങിയിട്ട് ഇങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ ഇനി അവിടെ നിന്ന് നേരെ ക്രോസ് നേരെ മുകളിലേക്ക് ഇങ്ങോട്ടേക്ക്. ഓക്കെ, ഇനി ബാക്കിയുള്ളത് ഇവിടെ അതേപോലെ വരയ്ക്കാം. പാരലായിട്ട് ഇങ്ങനെ വരച്ച് പോവുക. തൊട്ടടുത്തത് ഇങ്ങനെ താഴെ, തൊട്ട് മുകളിലുള്ളത് തൊട്ട് താഴെയുള്ള ഇങ്ങനെ പാരലായിട്ട് ബാക്കിയുള്ള വരച്ച് പോവാം. ഇവിടെ നിന്ന് മുകളിലേക്കുള്ള കണക്ഷൻസ് പാരലായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് പോവുക. ഓക്കെ, ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി. ഇവിടെ ഗെയിൻസ് കൂടെ കാണിച്ചു കഴിഞ്ഞാൽ ഇത് തൊട്ടടുത്തായിട്ട് നമുക്കിവിടെ ഗെയിനുകൾ കാണിക്കാം. ആരോസ് വരയ്ക്കുക. മുകളിലത്തെ പാർട്ടിൽ ഗെയിൻ നമുക്ക് ഇവിടെയും ചില സ്ഥലത്ത് ഗെയിൻ വിട്ടുവരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഈ സ്ലാൻഡഡ് ലൈനിലൊക്കെ ഗെയിൻ എല്ലായിടത്തും 1 ആണ്. അത് യുണീക്കാണ് എല്ലായിടത്തും. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് 1 തന്നെയാണ് ഇടേണ്ടത്. അത് എല്ലാ സ്റ്റേജിലും അങ്ങനെ തന്നെയാണ്. ഇവിടെ നമുക്ക് കാണാം എല്ലായിടത്തും 1 ആണ്. സ്ലാൻഡഡ് ലൈനിൽ ഇട്ടിരിക്കുന്നത് എല്ലായിടത്തും 1 ആണ്. അപ്പോൾ അതനുസരിച്ച് ഇവിടെയും സ്ലാൻഡഡ് ലൈനിൽ നമുക്ക് 1 ഇടാം. 1 1 1 1 1 1 1. ഓക്കെ, ദെൻ ഈ ബാക്കി സ്ട്രെയിറ്റ് ലൈനിൽ മുകളിലത്തെ സെറ്റിൽ +1 താഴത്തെ സെറ്റിൽ -1 ആണ് വരിക. മുകളിലത്തെ സെറ്റിൽ +1 വിധം ഇവിടെ 1 1 1 1. ദെൻ താഴത്തെ 4ൻ്റെ സെറ്റിൽ -1. സോ ദിസ് ഇസ് -1 -1 -1 -1. ഓക്കെ,
ഇനി നമുക്ക് സാമ്പിൾസ് ഇവിടെ എഴുതാം. ഫൈനലി നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. അപ്പോൾ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ദ ഇൻപുട്ട് സാമ്പിൾസ് x0 ആൻഡ് ആക്ച്വലി വി ആർ ഷഫിൾഡ് ഇറ്റ്. ഇവിടെ നമുക്ക് ഷഫിൾ ചെയ്ത് ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡറിലാണ് ഇൻപുട്ട് എടുക്കുന്നത്. സോ ഇവിടെ x0 ഏതുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത് x4 ആയിട്ട് വിത്ത് x4, ദെൻ x2 with x6, then x1 with x5, then x3 with x7. ഇത് ഞാൻ തുടക്കത്തിൽ ഈ ടേബിളിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇവിടെ കാണാം ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഇങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്യുന്നത്. x0 with x4, then x2 with x6, x1 with x5, x3 with x7. അപ്പോൾ അതേ ഗ്രൂപ്പിംഗ്. അപ്പോൾ ബ്ലോക്ക് ഡയഗ്രത്തിൽ അതേ ഗ്രൂപ്പിംഗാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. x0 with x4, x2 with x6, x1 with x5, x3 with x7. So x0 with x4, x2 with x6, x1 with x5, x3 with x7. പക്ഷേ ഫൈനലി ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നത് നോർമൽ ഓർഡറിൽ തന്നെയാണ്. അതായത് ബിറ്റ് റിവേഴ്സിലെ നോർമൽ ഓർഡറിൽ തന്നെ നമുക്കിവിടെ എഴുതാം. സോ ഇത് ട്രാൻസ്ഫോംഡ് ഔട്ട്പുട്ടാണ്. അതായത് DFT അഥവാ FFT കഴിഞ്ഞ് കിട്ടും. ഫോറിയർ ട്രാൻസ്ഫോം കഴിഞ്ഞ്, ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയാം. ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം കഴിഞ്ഞ് കിട്ടുന്ന ട്രാൻസ്ഫോംഡ് ഔട്ട്പുട്ടാണ് അഥവാ ഫോറിയർ ട്രാൻസ്ഫോം ഔട്ട്പുട്ടാണ് ക്യാപിറ്റൽ എക്സ് ഓഫ് സീറോ. സോ സ്മോൾ എക്സ് ഓഫ് സീറോയുടെ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ് ഓഫ് സീറോ ആണ്. ദെൻ സ്മോൾ എക്സ് ഓഫ് വണ്ണിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ് ഓഫ് വൺ ആണ്. സോ അങ്ങനെ തന്നെ എഴുതിപ്പോൾ എക്സ് ഓഫ് വൺ. അടുത്തത് ഓർഡറിൽ തന്നെ അടുത്തത് എക്സ് ഓഫ് ടുവിൻ്റെ സ്മോൾ എക്സ് ഓഫ് ടുവിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം ക്യാപിറ്റൽ എക്സ് ഓഫ് 2, ദെൻ അടുത്തത് ക്യാപിറ്റൽ എക്സ് ഓഫ് 3, then capital X of 4, then capital X of 5, then capital X of 6, then capital X of 7. So this shows the butterfly diagram. So we complete the butterfly diagram. Then the description എഴുതാം. The figure shows the flow graph or butterfly diagram for 8-point DIT radix to FFT. പിന്നെ ഇതിൽ നിന്നും 8 പോയിൻ്റാണ് ഇപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്നത്. 16 പോയിൻ്റ് വരയ്ക്കണമെങ്കിൽ ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഈ ഡയഗ്രത്തിൻ്റെ തന്നെ സിഗ്നൽ ഫ്ലോ ഗ്രാഫിനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. പക്ഷേ നമുക്കത് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇത് ആവശ്യമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ 8 പോയിൻ്റ് DFTയുടെ ഈ ഡയഗ്രാം നമ്മളൊന്ന് വരച്ച് പഠിക്കണം. നിങ്ങൾ ഒരു പേപ്പറിലേക്ക് ഇത് വരച്ച് പഠിക്കുക. ഇത്ര ചെയ്യാനുള്ള ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുക. പുറകെ ഈ സിഗ്നൽ ഫ്ലോയിങ് ഗ്രാഫും വരച്ചാൽ നമ്മുടെ എസ്എ പാർട്ട് കംപ്ലീറ്റ് ആവും. അതിൻ്റെ ബ്രീഫ് എക്സ്പ്ലനേഷൻ അതിനകത്ത് പറയേണ്ടതുണ്ട്. ദെൻ അടുത്തത് ഡെസിമേഷൻ ടൈം നമ്മളിവിടെ ചെയ്തു. ഇതുപോലെ ഡെസിമേഷൻ ഫ്രീക്വൻസി കൂടെ ഒന്ന് വരച്ചേക്കാം. സോ ഡെസിമേഷൻ ടൈമാണ് ഇവിടെ ഈ ഡയഗ്രത്തിൽ ഞാൻ വരച്ചിട്ടുള്ളത്. ദിസ് ഷോസ് ദി ഡെസിമേഷൻ ടൈം റാഡിക്സ് ടു FFT. സോ സിമിലർ വേ വി ക്യാൻ ഡ്രോ ദി ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി. അതിന് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ കാണുന്ന ഡയഗ്രത്തിനെ റിവേഴ്സ് ഓർഡറിൽ വരയ്ക്കുക. അതായത് ഇതിൻ്റെ അവസാനത്തെ സ്റ്റേജ് ഫൈനൽ സ്റ്റേജിനെ തേർഡ് സ്റ്റേജിനെ ഫസ്റ്റ് സ്റ്റേജാക്കി വരച്ച് ഫസ്റ്റ് സ്റ്റേജിനെ ലാസ്റ്റ് സ്റ്റേജായിട്ട് ഇൻ്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിനെയും ലാസ്റ്റ് സ്റ്റേജിനെയും കൂടെ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ DIF റാഡിക്സ് ടു FFT ആയി. ഇപ്പോൾ DIT റാഡിക്സ് ടു FFT നമുക്കിപ്പോൾ വരയ്ക്കാനായിട്ടുള്ള മനസ്സിലായി. ഇത് വരച്ചാൽ ഉടനെ തന്നെ ഇത് നിങ്ങൾ തിരിക്കുക. ഈ ഡയഗ്രത്തിനെ ഇങ്ങോട്ടേക്ക് മാറ്റുക. അതായത് ലാസ്റ്റ് സ്റ്റേജിൽ ഈ വരച്ച ഫിഗറിനെ ഇങ്ങോട്ടേക്ക് മാറ്റിക്കഴിഞ്ഞാൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുക. അത് ഫസ്റ്റ് സ്റ്റേജിനെ തേർഡ് സ്റ്റേജും
തേർഡ് സ്റ്റേജിനെ ഫസ്റ്റ് സ്റ്റേജും ആക്കി കഴിഞ്ഞാൽ DIF റാഡിക്സ് ടു FFT കിട്ടും. ഞാനത് ജസ്റ്റ് വരച്ച് സെഷൻ തീർക്കാം. നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സെഷൻ കാണണം. എനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു യാത്രയായിട്ട് ബന്ധപ്പെട്ട് ഇത് പെട്ടെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ പ്ലാൻ ചെയ്തിരുന്നത് എടുക്കാൻ സാധിച്ചില്ല. പെട്ടെന്ന് വന്നൊരു യാത്രയാണ്. അപ്പോൾ ഞാനത് ഇതുകൊണ്ട് ഇച്ചിരി വൈകിപ്പോയായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. കാരണം നിങ്ങൾക്ക് പഠിക്കാനുള്ള ധാരാളം ഉള്ളതുകൊണ്ട് അതെല്ലാം പഠിച്ച് തീർത്ത് ഇതിപ്പോൾ ഒരു ഫിനിഷിംഗ് സ്റ്റേജിൽ നിങ്ങൾക്ക് കാണാവുന്ന ഒരു വീഡിയോ ആണ്. എളുപ്പം ചെയ്യാവുന്നതാണ്. ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. 3 ഡയഗ്രാംസ് FFT ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ തന്നെ FFTയെ കുറിച്ച് പറഞ്ഞിരുന്നു, ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സിൽ തന്നെ. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി 2 കാര്യങ്ങൾ ചെയ്താൽ മതി. ഒന്ന്, ആ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കുക. 2, ഈ സിഗ്നൽ ഫ്ലോ ഗ്രാഫും വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വളരെ ബ്രീഫായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മാർക്ക് കിട്ടും. വളരെ ഇലാബറേറ്റ് എക്സ്പ്ലനേഷൻ ചിലപ്പോൾ ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം മനസ്സിലായിരുന്നെന്ന് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. കാരണം ഇതിൻ്റെ ബേസിക്സ് മുതൽ നമ്മൾ പഠിച്ചു പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയായിട്ടുണ്ടാവും ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആയ രീതിയിൽ ഓൺ വേർഡ്സിൽ വേണമെങ്കിലും എഴുതാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കുള്ളവർ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സ്പ്ലനേഷൻ എന്താണെന്നുള്ള അവിടെ ഓരോ ഫിഗറിനെ കുറിച്ചിട്ട് എക്സ്പ്ലനേഷൻ അത് എഴുതാൻ പറ്റുന്നത് നല്ലത്. ആ രീതിയിൽ വേണം എഴുതാം. ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡയഗ്രാംസ് വരച്ച് നിങ്ങൾക്ക് മനസ്സിലായി, ഇതിൻ്റെ സ്റ്റെപ്സ് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ആ സ്റ്റെപ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതിയാലും മതിയാവും. പക്ഷേ ഈ 3 ഡയഗ്രാം ബൈ ഹാർട്ട് ചെയ്യുക. ബ്ലോക്ക് ഡയഗ്രാം, ആദ്യം വരച്ച ബ്ലോക്ക് ഡയഗ്രാം, രണ്ടാമതിപ്പം വരച്ച സിഗ്നൽ ഫ്ലോ ഗ്രാഫും, ഇപ്പോൾ ഈ വരയ്ക്കാൻ പോകുന്ന 3ാമത്തെ സിഗ്നൽ ഫ്ലോ ഗ്രാഫും വരച്ച് പഠിക്കുക. 1-2 തവണ നിങ്ങൾ റിവൈസ് ചെയ്താൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് എക്സാമിനേഷൻ വരയ്ക്കാം. ഈ വീഡിയോ പാർട്ട് സ്കിപ്പ് ചെയ്യരുത്. എല്ലാവരും ഇത് തീർച്ചയായിട്ടും കാണണം. വരയ്ക്കാൻ എങ്ങനെയാണെന്നുള്ള മനസ്സിലാക്കിയിരിക്കണം. ബ്ലോക്ക് ഡയഗ്രാം, ഈ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് എങ്ങനെയാണ് ഞാൻ വരച്ചിരിക്കുന്നത് എന്നുള്ള മനസ്സിലായിരിക്കണം. അത്രയും ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഫുൾ ലെങ്ത്ത് നിങ്ങൾ കാണണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് വരയ്ക്കാൻ മനസ്സിലാവുന്നത്ര പെട്ടെന്ന് നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്ത് കാണാം. ഈ ഡയഗ്രാംസ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് മാത്രം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ്, തൊട്ട് മുന്നേ ഉള്ള ഈ ഫിഗറിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് വരയ്ക്കാൻ പോകും. വേറെ ഒന്നും ചെയ്യുന്നില്ല ഇവിടെ. ജസ്റ്റ് അപ്പോൾ അത് എനിക്ക് തോന്നണ ഇനിയിപ്പോൾ ഞാനത് വരയ്ക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിടാം. അത് ഫോട്ടോ എടുത്തിട്ടാൽ അത് ധാരാളം മതിയാവും തോന്നുന്നു. സോ ഐ എം going to take a photograph of the diagram or DIF റാഡിക്സ് ടു FFT. കാരണം ഇത് വരയ്ക്കാൻ ഇത്തിരി സമയം വീണ്ടും വീഡിയോ ലെങ്തി ആവും. അപ്പോൾ ഞാനിത് പെട്ടെന്നൊരു ഫോട്ടോ ഇതിപ്പം ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. ഞാൻ ചെയ്തിരിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അടുത്ത ഡയഗ്രത്തിൽ ഈ ഫസ്റ്റ് സ്റ്റേജിനെ തേർഡ് സ്റ്റേജ് ആക്കും, 3ാമത്തെ സ്റ്റേജ് ആക്കും, 3ാമത്തെ സ്റ്റേജിനെ ഫസ്റ്റ് സ്റ്റേജ് ആക്കും. ഇത് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യും. അപ്പോൾ കിട്ടുന്നതാണ് റിസൾട്ടൻ്റ് ഡയഗ്രാം. അടുത്ത ഡയഗ്രാം